കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ പകൽ രാത്രി യോഗത്തിൽ പകലിൽ നിങ്ങളോടൊപ്പം കർത്താവിനെ സാക്ഷീകരിച്ച അനന്തരം ഇങ്ങനെ ഈ രാത്രിയിലും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി എഴുന്നേറ്റ് നിൽപ്പാൻ കർത്താവ് സഹായിച്ചതോർത്ത്, ബലപ്പെടുത്തിയതോർത്ത് കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എന്തു പറയുന്നോ അതുപോലെ പറയുക എന്നുള്ള ഒരു സമർപ്പണത്തോടു കൂടിയാണ് ഈ വിശുദ്ധ വേദപുസ്തകം ഞാൻ എടുത്തത്. പല ഒരുവനോട് ദൈവത്തിൻ്റെ ആത്മാവ് വേലയ്ക്ക് വേണ്ടി നിർബന്ധിക്കുമ്പോഴും വീട്ടിലൊരു മകനെ ആയിട്ട് ഞാനേ ഉള്ളതുകൊണ്ടും സഹോദരിമാർ 2 പേരുള്ളതുകൊണ്ടും സാധാരണ കുടുംബമായതുകൊണ്ടും അപ്പനെയും അമ്മയും വിഷമിപ്പിക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ അപ്പനെയും അമ്മയും വിഷമിപ്പിക്കാതെ അവരെ ശുശ്രൂഷിച്ച് അവർക്ക് വേണ്ടുന്നതൊക്കെ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ നല്ല ജോലിയൊക്കെ വാങ്ങിച്ച് മുന്നോട്ട് പോകണമെന്നൊക്കെ സ്വപ്നം കണ്ടിരുന്ന എന്നോടാണ് ഈ വിശുദ്ധ വേദപുസ്തകം എടുക്കാൻ ദൈവം പറഞ്ഞത്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് വചനത്തിലേക്ക് വരാം. എനിക്കൊരു ദൂത് കൃത്യമായ ദൈവാത്മാവ് തന്നിട്ടുണ്ട്. നല്ല നിലയിൽ ദൈവം എന്നെ നിർബന്ധിക്കുന്നുണ്ട് അത് പറയാൻ. അത് പറഞ്ഞ് കൃത്യസമയത്ത് രാത്രി ആയതുകൊണ്ട് പരിജ്ഞാനപൂർവ്വം എന്നോട് ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞ സമയം സ്വാതന്ത്ര്യമായി എനിക്ക് തന്നിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ ഞാൻ നിർത്താം. എൻ്റെ പേര് ബോബൻ ക്ലീറ്റസ് എന്നാണ്. എന്നോട് ഈ അടുത്ത സമയം ഒരു ദൈവദാസൻ പറഞ്ഞു, നിങ്ങളുടെ പേര് അല്പം മാറ്റണമെന്ന് പറഞ്ഞു. കാര്യം ബോബൻ വരെ ശരിയാണ്, രണ്ടാമത് പറയുമ്പോൾ പലരുടെ നാക്കിങ്ങനെ കുരുങ്ങി ഒരു പരുവാകുന്നുണ്ട്. എന്നോട് എന്തിനും പല വേദിയിലും ഞാൻ ചെന്നിരിക്കും. എന്നെ ഇങ്ങനെ വളരെ പ്രോത്സാഹിപ്പിച്ച് ക്ഷണിക്കാൻ വേണ്ടി പാസ്റ്റർമാർ 4-5 നല്ല വാക്കൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബോബൻ ഞാൻ മതി. എൻ്റെ അപ്പൻ്റെ പേരാണ് ക്ലീറ്റസ്, എൻ്റെ അമ്മയുടെ പേര് ആഗ്നസ്, സോഫിയ ആലീസ് എൻ്റെ മൂത്തത് ഇളയ സഹോദരി. ഞങ്ങൾ കത്തോലിക്ക പള്ളിയിൽ, കത്തോലിക്ക സമുദായത്തിലെ മേനാമ്പള്ളി എന്നൊക്കെ പറയുന്നൊരു കുടുംബ പേരുള്ള നല്ല ഒരു കത്തോലിക്കയിലെ അറിയപ്പെടുന്നൊരു കുടുംബത്തിനകത്ത് അച്ഛന്മാരുള്ളൊരു കുടുംബത്തിൽ ജനിച്ചു. അതുകൊണ്ട് കൊച്ചു പ്രായം മുതൽ എൻ്റെ വീട്ടിലുള്ളവർ എന്നെ പള്ളിയിൽ അച്ഛനാകണമെന്ന് പറഞ്ഞാൽ വളർത്തിയ. ഈ കത്തോലിക്ക പള്ളിയിലെ അച്ഛനാകാനാണ് എന്നെ നിർബന്ധിച്ചത്. കത്തോലിക്ക പള്ളിയിലെ അച്ഛന്മാർ കല്യാണം കഴിക്കത്തില്ല. എത്ര പേർക്കറിയാം? ഓക്കെ, ഇന്ന് ഞാൻ 2 പിള്ളേരുടെ അച്ഛനാണ്. അതിനകത്ത് വെച്ച് അതിൻ്റെ ആചാരങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് കുറച്ച് ഭക്തിപൂർവമായി കൊച്ചു പ്രായം മുതൽ വളർന്നതുകൊണ്ട് ഞാൻ എല്ലാ കുടുംബ യൂണിറ്റിലും പോകും. അൽത്താരയിലേക്ക് എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ എല്ലാ ദിവസത്തെയും അതിന് ഞങ്ങളവിടെ തിരുബലി എന്നാണ് പറഞ്ഞത്, നിത്യ ബലിക്ക് പോകും. രാവിലെ 6 മണിക്ക് ആരംഭിക്കുന്ന തിരുബലിക്ക് പോകും. അങ്ങനെ അവിടെ ആ വിശ്വാസത്തിൽ വളർന്ന സമയത്ത് ഞാൻ രാവിലെ പറഞ്ഞു, ഈ വേദപുസ്തകം എടുക്കാൻ ലഭിച്ച ഭാഗ്യമാണെന്ന് പറയുന്നത് എത്ര പേരുണ്ട്? ഞാനിന്ന് ഉച്ചയ്ക്ക് ഞാനും ബാസുടെ ആത്മാവിൽ തട്ടിയത് പറഞ്ഞു, ഈ പുസ്തകം കാണാൻ പറ്റിയില്ലെങ്കിൽ, ഇതൊന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ, ഈ വചനം നമ്മെ തേടി വന്നില്ലെങ്കിൽ, ചില ആൾക്കാരോടൊക്കെ, ചില പിള്ളേരോടൊക്കെ, ചില യുവാക്കളോടൊക്കെ മക്കളെ ഇത് എടുത്താൽ നീ നശിച്ചു പോകത്തില്ലെന്ന് പറയുമ്പോൾ അവൻ നമ്മളെ കുരിശ് കണ്ട പിശാചിനെ കണക്കാ കാണുന്നത്. ഇത് എടുത്തിട്ട് നന്നായി നിന്നിട്ടല്ലേ പറയുന്നേ. ചവറയിലാണ് എൻ്റെ വീട്. കൊല്ലത്തുനിന്ന് നിങ്ങൾ കരുനാപ്പള്ളി കായംകുളത്തോട് പോകുന്നത് ചവറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ചവറ കായലാണ് എൻ്റെ വീടിൻ്റെ പരിസര പ്രദേശം. ആ ചവറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഞാൻ, കർത്താവിനെ അറിഞ്ഞ ഞാൻ, എനിക്ക് തോന്നുന്നു ചവറയിൽ 2 പ്രസിദ്ധരേ ഉള്ളൂ. 2 പ്രസിദ്ധർ. ഒന്ന് ONV കുറുപ്പാണ്. അറിയാം ONV കുറുപ്പിനെ? ഒന്ന് ONV കുറുപ്പും 2 ബോബൻ ക്ലീറ്റസുമാണ്. രണ്ടാമത്തെ ആൾ ഇപ്പോൾ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. നിങ്ങൾക്കൊരു സന്തോഷമില്ലല്ലോ പറഞ്ഞിട്ട്. നിങ്ങൾ എന്നെ തള്ളാത്തോണ്ട് ഞാൻ എന്നെ സ്വന്തമായിട്ട് തള്ളുകയല്ലേ. കർത്താവിനെ അറിഞ്ഞതാണ് എന്നെ ദൈവം ഇവിടെ കൊണ്ട് നിർത്തിയത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതാണ് എനിക്ക് വലിയ ഹാപ്പിയുണ്ട്. ഞാൻ പ്രായം തോന്നുന്നുണ്ടോ? ഞാൻ ചെറുപ്പക്കാരനാണ് കേട്ടോ. ഈ പ്രായത്തിനിടയ്ക്ക് ദൈവം എന്നെ പുസ്തകം താത്തു വയ്ക്കരുത്. ഈ ദൈവത്തെ തള്ളിക്കളയരുത്. എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? ഞാൻ രാവിലെ പറഞ്ഞു, ഈ പുസ്തകം ഒരിക്കലൊന്ന് തുറന്നപ്പോൾ 115 സങ്കീർത്തനം കണ്ടു. അവയിൽ വിഗ്രഹങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. കണ്ണുണ്ട് കാണുന്നില്ല, മൂക്കുണ്ട് മണക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നില്ല, കാലുണ്ട് നടക്കുന്നില്ല. നിങ്ങൾക്കറിയത്തില്ലേ, കാലൊക്കെ ഉണ്ട്, പക്ഷെ എടുത്തോണ്ട് എല്ലാ വർഷവും എടുത്തോണ്ട് നടക്കേണ്ടി വരുന്നു. അന്നേരം ഞാൻ ഇതൊക്കെ വായിച്ചിട്ട്
ഒട്ടും പിടുത്തം കിട്ടാതെ അച്ഛനോട് ചെന്നിട്ട് അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലേ നമ്മുടെ പള്ളിയിൽ ഇരിക്കുന്നത്, ഈ ഇതല്ലേ നമ്മൾ എടുത്തുകൊണ്ട് നടക്കുന്നത്, ഇവ ഉണ്ടാക്കുന്നവർ അവയെ പോലെ ഇവ നമസ്കരിക്കുന്ന ഏവരും അങ്ങനെ തന്നെയെന്ന് വ്യക്തമായി മലയാളത്തിൽ വെള്ളയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടും നമ്മൾ ഇതെന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ എൻ്റെ ചെവിക്ക് പിടിച്ച് കറക്കിയിട്ട് പറഞ്ഞു, ബൈബിൾ വായിക്കണ്ട. അച്ഛൻ എന്നെ അടപ്പിച്ചു, ദൈവം ഇത് തുറപ്പിച്ചു. 3-3.5 കിലോമീറ്ററിന് അപ്പുറത്ത് കല്ലേക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഉമ്മൻ ജോൺ എന്ന് പറഞ്ഞൊരു പാസ്റ്റർക്ക് എൻ്റെ അപ്പൻ്റെ പേരും വീടും കാണിച്ചു കൊടുത്ത് അവിടുന്ന് ഹെർക്കുലി സൈക്കിളും ഉരുട്ടിക്കൊണ്ട് ചില സഹോദരിമാരെയും കൂട്ടുപിടിച്ച് എൻ്റെ വീട്ടിൻ്റെ അകത്തേക്ക് വന്ന് കയറിയതാ ഇന്ന് രാത്രി എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. എത്ര പേർക്ക് ഈ അനുഭവത്തോട് ചേർന്ന് പറയാൻ കഴിയും, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങട്ടെ. എന്നോട് കുറേ വർഷത്തിന് മുമ്പ് കൊല്ലം ചിന്നക്കടയിൽ നടന്നൊരു ഉപവാസ പ്രാർത്ഥനയിൽ ഒരു കൊച്ചു പാസ്റ്ററായിട്ട് ഞാൻ ഇരിക്കുന്ന സമയം, അന്ന് അവിടെ അതിഥിയായി പ്രസംഗിക്കാൻ വന്ന ദൈവദാസൻ പലരോടും പ്രവചിച്ചു. എന്നോട് ഇറങ്ങി വന്ന് തലയിലോട്ട് തൊട്ടിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ വിശുദ്ധ വചനവുമായി വിദേശ രാജ്യങ്ങളിൽ അയക്കുമെന്ന് പറഞ്ഞു. ഞാൻ അത് ഒത്തിരി കേട്ടിട്ടുള്ളത് കൊണ്ട് സന്തോഷിച്ചെങ്കിൽ പോലും ഞാൻ അത് ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷെ അടുത്ത വരി പുള്ളിക്ക് മനസ്സിലായോ, ദൈവാത്മാവിന് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. കൃത്യമായി വ്യക്തമായി പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ വചനവുമായിട്ട് അമേരിക്കയിൽ അയക്കുമെന്ന് പറഞ്ഞു. പെന്തിക്കോസുകാർ അമേരിക്കയിൽ നിന്നൊക്കെ കേട്ട ഒരു സന്തോഷമായതുകൊണ്ട് ഞാൻ നന്നായിട്ട് ആരാധിച്ചതങ്ങ് ഏറ്റെടുത്തു. യോഗത്തിൻ്റെ ഉച്ച സെക്ഷനിൽ പാസ്റ്റർമാർ ഒരുമിച്ച് കൂടി നിന്നപ്പോൾ ഞാൻ വലിയ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന കണ്ട് എൻ്റെ കൂട്ടു ശുശ്രൂഷകന്മാരിൽ ഏറ്റവും മുതിർന്ന ചോദിച്ചു, ബോബൻ എന്താ ഇത്ര സന്തോഷം, അമേരിക്ക എന്ന് കേട്ടോട്ടാന്നോ? ഞാൻ പറഞ്ഞു ആന്ന്. അന്നേരം പുള്ളി വെച്ച് അമേരിക്കയിൽ ആരുണ്ട്? അന്നേരം ഞാനത് ചിന്തിച്ചേ. എനിക്കറിയത്തില്ല അമേരിക്ക എന്തുവന്ന്, അമേരിക്ക എന്നേ അറിയാവൂ, അവിടെ എവിടെ പോകുന്ന പോലും അറിയത്തില്ല. എന്നോട് ചോദിച്ചു അമേരിക്കയിൽ ആരുണ്ട്? ഞാൻ പറഞ്ഞ് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഞാൻ എന്താ ചോദിച്ചേ? അമേരിക്കയിൽ അമ്മച്ചനുണ്ടോ? ഇല്ല. ചിറ്റപ്പനുണ്ടോ? ഇല്ല. കൊച്ചപ്പനുണ്ടോ? ഇല്ല. മാവി ഉണ്ടോ? ഇല്ല. എന്തെങ്കിലും ബന്ധുക്കളുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്നാ പോവാൻ പറ്റത്തില്ല. കണ്ണിച്ചോരയില്ലാത്ത ഉപദേശി ഒരു ദൂത് കെട്ട് ബലപ്പെട്ട് വന്ന് അപ്പോഴേ അതങ്ങ് അണച്ചു കളഞ്ഞു. ഞാൻ ഈ പുസ്തകം എൻ്റെ നെഞ്ചത്തിരിപ്പത്തോണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഈ പുസ്തകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദൂത് എന്നെ കൊണ്ടെത്തിക്കും. ഞാൻ അവിടെ പോകും, ഞാൻ അവിടെ ദൈവത്തിന്റെ വചനം ഉയർത്തും. ഏറ്റെടുത്തോ, ഏറ്റെടുത്തോ. ഇത് ചിലരെ ധൈര്യപ്പെടുത്താനുള്ള ദൂത, ചിലരെ വിശ്വാസത്തിലേക്ക് ഉറപ്പിക്കാനുള്ള ദൂത. ചില യുവാക്കളെ ദൈവം വിളിക്കുകയാ, ചില ദൈവ പ്രവർത്തിക്ക് വേണ്ടി ചില ചെറുപ്പക്കാരെ, സഹോദരിമാരെ ദൈവം നിങ്ങളെ വിളിക്കുക. നീ നശിച്ചു പോകത്തില്ല, നീ മുടിഞ്ഞു പോകത്തില്ല, നീ തകർന്നു പോകത്തില്ല. നിന്റെ സമപ്രായക്കാരുടെ ഇടയിൽ ദൈവം നിന്നെ മാറ്റി, നിന്റെ സ്ഥാനം മാറ്റാൻ പോകുക, നിന്റെ നിലപാട് മാറ്റാൻ പോകുക, നിന്റെ നിലവാരം മാറ്റാൻ പോകുക. എത്ര പേർ ഈ രാത്രി ഈ ദൂതൊന്ന് ചേർത്ത് പിടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ അധരം തുറക്കും? അങ്ങനെയുള്ളവരുടെ ശബ്ദം ഈ രാത്രി ഇവിടെ മുഴങ്ങട്ടെ. ഈ ദേശത്തെ അന്ധകാര ശക്തി നിങ്ങളുടെ ആരാധന ശബ്ദം കേൾക്കട്ടെ. വർഷങ്ങൾ കടന്നുപോയി, പ്രസംഗിക്കാനും എഴുതാനും തുടങ്ങി. 3-4 പേരൊക്കെ അറിയുന്ന നിലയിലേക്ക് എത്തി. ഒരിക്കലൊരു സ്പോൺസർ ലെറ്റർ ഒരാൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞ് അയച്ചു തന്നു. ആ സ്പോൺസർ ലെറ്ററിന്റെ പിന്നിലുള്ള 25,000 ചെലവ് കൊടുത്തു മദ്രാസിൽ പോകാനുള്ള സാമ്പത്തിക സ്ഥിതി അന്ന് എനിക്ക് ഇല്ലാതിരുന്നുകൊണ്ട് ഞാൻ മടക്കി എൻ്റെ മേശയ്ക്കകത്ത് വെച്ചു. ആരോടും പറഞ്ഞില്ല, ചോദിച്ചാൽ തരാൻ സൗഹൃദത്തിലും ആളുണ്ട്, മിണ്ടിയില്ല. പക്ഷേ അങ്ങനെ എൻ്റെ പരിചയത്തിൽപ്പെട്ട ഒരച്ഛൻ എന്നെ വിളിച്ചു. സൗഹൃദ സംഭാഷണത്തെ ചോദിച്ചു, നിങ്ങൾക്ക് അമേരിക്കയിലൊക്കെ പോകാൻ ശ്രമിച്ചുകൂടെ? ഞാൻ പറഞ്ഞു, സ്പോൺസർ ലെറ്റർ കിട്ടിയച്ചാ. പിന്നെന്തോ പറ്റി? അതെനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, അതിന് സാമ്പത്തിക ചെലവുണ്ട്. അതെനിക്ക് മെയിൽ ചെയ്യാൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് മെയിൽ ചെയ്ത് വാങ്ങിച്ചിട്ട് ആ മനുഷ്യൻ എംബസി പോണ്ട് എല്ലാ പേപ്പർ വർക്കും ചെയ്തു. അന്നത്തെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 11,000 രൂപ അമേരിക്കൻ എംബസിക്ക് അടയ്ക്കണമായിരുന്നു. ആ തുകയ്ക്ക് മുകളിൽ എനിക്ക് അയച്ചു തന്നു, എന്നെ കൊണ്ട് അടപ്പിച്ചു. സ്തോത്രം പറഞ്ഞേ. വഴി തുറന്നു വരുന്ന കണ്ടോ? പ്രവചനം കേട്ടിട്ട് മറന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ദൂത് പറയുക, അതൊന്ന് പൊടി തട്ടി എടുത്തു. 2025 നീ അത് കാണും, നീ അതിനെ തൊടും. നീ തൊടും, നീ തൊടും, നീ അതിനെ കാണും, നീ അതിനെ കാണും, നീ അതിനെ തൊടും, നിന്റെ കാൽ അതിനെ ചവിട്ടും.
വിശ്വസിച്ചോ? ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം വീട്ടിൽ നിന്നിട്ട് അവിടുന്ന് വാടകയ്ക്കെടുത്ത ഫെയ്ത്തോമ്പിലോട്ട് വന്നയാ. സത്യത്തിൽ ഹണിമൂണൊന്നും പോകാൻ പറ്റിയില്ല പാസ്റ്ററെ. നമുക്ക് ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, നടന്നില്ല. മദ്രാസിലേക്ക് എൻ്റെ വൈഫ് അവിടെയൊക്കെ ജോലി ചെയ്തിയ മദ്രാസിലേക്ക് പോകാൻ പറ്റിയപ്പോൾ ഞാൻ അവളോടും പറഞ്ഞു വാന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരുടെ അങ്ങ് പോയി. 2 ദിവസത്തെ പരിപാടിയുണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കറങ്ങി നടന്ന് ടി നഗറും ഒക്കെ കണ്ട് ആദ്യത്തെ ദിവസത്തെ ഇൻ്റർവ്യൂ കണ്ണൊക്കെ സ്കാൻ ചെയ്ത് എന്തൊക്കെയോ അവർ പകർത്തിയെടുത്തു, അതെല്ലാം അവർക്ക് കൊടുത്തു. 2-ാം ദിവസം സായിപ്പിൻ്റെ മുമ്പിൽ നിൽക്കുക. എൻ്റെ മുമ്പിൽ 10 പേർ എൻ്റെ മുമ്പിൽ എക്സിറ്റായിപ്പോയി, വിസ കൊടുത്തില്ല. രാഗൽ ഈശ്വർ എന്ന് പറയുന്ന ഹിന്ദുവാദിയായ ചെറുപ്പക്കാരൻ്റെ മാതാവ് എനിക്ക് 3 പേർക്ക് മുമ്പിലുണ്ടായിരുന്നു. കാനഡയിലും UK പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തില്ല. തരാൻ പറ്റാത്ത കാര്യം എന്താണെന്ന് എഴുതി തരാൻ പറഞ്ഞ സെക്യൂരിറ്റി വലിച്ച് പുറത്തോട്ട് കൊണ്ടുവന്ന് കണ്ടു. അകത്ത് നെഞ്ചിടിപ്പ് തുടങ്ങി. എനിക്ക് തൊട്ട് മുമ്പ് പോയ തിരുവനന്തപുരത്ത് എവിടെയുള്ളൊരു പാസ്റ്റർക്ക് പറഞ്ഞു നിങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞു. 10 പ്രാവശ്യം ഞാനിവിടെ വന്നതാ, 10 അല്ല 12 പ്രാവശ്യം വന്നാൽ നിങ്ങൾ അമേരിക്ക പോകണ്ട എന്ന് പറഞ്ഞു. അതിന് പുറകെ ഞാൻ ചെല്ലുകയാണ്. ഞാനും എൻ്റെ സ്പോൺസർ ലെറ്റർ കൊടുത്തു. എവിടെ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമേരിക്ക പോകണമെന്ന് പറഞ്ഞു. ഉത്തരത്തിന് ഒരർത്ഥവുമില്ല അങ്ങ് പറഞ്ഞു. അമേരിക്കയിൽ എവിടാന്ന് ചോദിച്ചു. പ്രോഗ്രാം നടക്കുന്നത് ഡാളസിൽ പോകണമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ നോക്കിയിട്ട് ചോദിച്ചു എന്തിനാ പോകുന്നത്? കോൺഫറൻസിന് പോകണമെന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ച ചോദ്യം എവിടെയാണ് നടക്കുന്നത്? അതിൻ്റെ പേര് പറഞ്ഞു. അടുത്ത് ചോദിച്ച ചോദ്യം എത്ര ദിവസം വേണം? എൻ്റെ വായിൽ അറിഞ്ഞോ അറിയാതെ ദൈവം തന്നത് 14 ദിവസം വേണമെന്നാ. 10 വർഷം വേണമെന്ന് പറഞ്ഞില്ല, 3 വർഷം വേണമെന്ന് പറഞ്ഞില്ല, 14 ദിവസം വേണമെന്ന് പറഞ്ഞു. സായിപ്പ് അടുത്ത ചോദ്യം 14 ദിവസം എന്തിനാ? 4 ദിവസമല്ലേ മീറ്റിംഗ് ഉള്ളൂ. അന്നേരം ഞാൻ പറഞ്ഞു അമേരിക്കയല്ലയോ, ആർക്കാ കാണാൻ ഇഷ്ടമല്ലാത്ത? അവിടേക്ക് നടന്നൊന്ന് കാണണമെന്നുണ്ടെന്ന് പറഞ്ഞു. പുള്ളി കുനിഞ്ഞ് കമ്പ്യൂട്ടർ എന്തോ ചെയ്തിട്ട് എന്നെ നുവർന്ന് നോക്കിയിട്ട് ഹാപ്പി ജേർണി എന്ന് പറഞ്ഞു. അകത്ത് നെഞ്ചിടിപ്പും ടെൻഷനും ഒക്കെ ഉണ്ടാവണം. ഞാൻ കാപ്പി കുടിച്ചോന്നാ കേട്ടെ. ഞാൻ ഉടനെ വാ തുറന്ന് പറഞ്ഞു രാവിലെ കാപ്പി കുടിച്ചാന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പുറത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന യുവതി ചിരിച്ചോണ്ട് പറഞ്ഞു ശുഭയാത്ര. സംഗതി പിടികിട്ടിയപ്പം കയ്യിൽ നിന്ന് ഫയലെല്ലാം താഴെ പോയി. അത് ഇനി പുറക്കിയെടുക്കുന്ന സാഹിബിന് ഇഷ്ടപ്പെട്ടിട്ട് നീ പോണ്ട എന്ന് പറഞ്ഞാലോ എന്ന് വെച്ചിട്ട് വാരിയെടുത്തോണ്ട് ഒരു ഓട്ടം ഓടിയതാ. 14-ാമത്തെ ദിവസം എൻ്റെ പാസ്പോർട്ട് വീട്ടിൽ വന്നു. 10 വർഷത്തെ വിസ അതിനകത്തുണ്ടായിരുന്നു. അമ്മാച്ചൻ ഉണ്ടായിട്ടല്ല, ചേഴക്കാരൻ ഉണ്ടായിട്ടല്ല, ബന്ധുക്കൾ ഉണ്ടായിട്ടല്ല. വാഗ്ദത്തം പറയുന്നവൻ ജീവിക്കുന്നു. ഞാൻ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാ. നിന്റെ സ്ഥിതി മാറ്റാൻ കഴിയുന്ന ദൈവം, നിന്റെ അവസ്ഥ മാറ്റാൻ കഴിയുന്ന ദൈവം. ദൂത് എന്തുമാകട്ടെ, ഈ രാത്രി മുറുകെ പിടിച്ചോ. വിശ്വസിച്ചോ നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുകയോ. വിശ്വസിച്ചോ നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുകയോ. മൂന്ന് തവണ അമേരിക്കയിൽ ഈ വിശുദ്ധ വേദപുസ്തകമായി ഇതിനോടകം ഞാൻ പോയിട്ടുണ്ട്. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഈ ലാസ്റ്റ് പോയപ്പോഴും ഞാൻ ഡാളസിൽ പോയി, അതിന് മുമ്പ് ഒക്ലഹോമയിൽ പോയി, അങ്ങനെ പലയിടത്തും പോയി. ലാസ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റി എന്ന് പറഞ്ഞാൽ ന്യൂയോർക്കിൽ പോയി. വേൾഡ് ട്രേഡ് സെന്റർ എന്ന സ്ഥലമൊക്കെ കണ്ടു. ഞാൻ ഈ പോയെടുത്തെല്ലാം ശ്രദ്ധിച്ചേക്കണേ, പോയെടുത്തെല്ലാം ഒരു ചവറക്കാരെ അന്വേഷിച്ചു. പോയെടുത്തെല്ലാം ചവറയിലുള്ള ആൾക്കാരെ അന്വേഷിച്ചു. പത്തനംതിട്ടക്കാരെ കണ്ട്, തിരുവനന്തപുരക്കാരെ കണ്ട്, തിരുവല്ലക്കാരെ കണ്ട്, കോട്ടയംകാരെ കണ്ട്, എന്തിനേറെ പുനലൂരുകാരെ കണ്ടു. ഞാൻ ഈ പോയെടുത്തൊന്നും ഇതുവരെ ഒരു ചവറക്കാരെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നു, വാഗ്ദത്തമുള്ള ഞാനാണ് അവിടെ ദൈവവചനവുമായി ആദ്യം എത്തിയത്. വിശ്വസിച്ചത് ഏറ്റെടുക്ക്. ഈ രാത്രിയിൽ 10-ാമത്തെ ദിവസം ഈ 20-ാമത്തെ സെക്ഷനിൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയോട് ദൂത് പറയുന്നു. നീ ഒന്നും കണ്ടെന്ന് വരുത്തില്ല, ഒരു വാഴി കണ്ടെന്ന് വരുത്തില്ല. കൈപ്പത്തിയുടെ വലിപ്പം മാത്രമുള്ളൊരു കൊച്ചുമേഘം, കൈപ്പത്തിയുടെ വലിപ്പം മാത്രമുള്ളൊരു കൊച്ചുമേഘം. പക്ഷെ നീ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഇടിച്ചു കുത്തി പെയ്യുന്ന തോരാമഴയാ. ഈ അരമുറിക്കോ കൊടുമുഴക്കത്തോടെ മഴ പെയ്യാൻ പോകുകയാ. കൈപ്പത്തി പോലെ കൊച്ചുമേഘം കാണുന്നെങ്കിലും വാ തുറന്ന് മഴ പെയ്യാൻ പോയാന്ന് പറ. സഭയ്ക്കുള്ള ദൂത, ഈ ജനത്തോടുള്ള ദൂത, ഈ ദൈവസഭ അത്ഭുതങ്ങൾ, ദൈവപ്രവർത്തികൾ, വിശാലതകൾ ദൈവാത്മാവ് വാഗ്ദത്തം പറഞ്ഞ പോലെ കാണിക്കാൻ പോകുകയാ. അവസാനം പറയാൻ പറ്റാത്തോണ്ട് ആദ്യം ഞാൻ ഈ ഒരു അനുഭവം പറഞ്ഞു. ഞാൻ രാവിലെ പറഞ്ഞ ഒരു അനുഭവം ഒന്നുകൂടെ പറയുമ്പോൾ,
രാവിലെ ഉണ്ടായിരുന്നവർക്ക് ആവർത്തന വിരസത വന്നാലും എന്നോട് ക്ഷമിക്കണം. ദൈവത്തിൻ്റെ അത്ഭുതമല്ലയോ, ആർക്കാണ് ആവർത്തന വിരസത വരുന്നത്? എനിക്ക് 2 സഹോദരിമാരിൽ ഇളയവൾ ആലീസ്. അവൾ ജനിച്ചത് 2 കാലും ഇങ്ങനെ ആയിട്ടാണ്. കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തേക്ക് വിട്ടു. അന്നത്തെ കാലത്ത് ഡോക്ടേഴ്സ് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ കാല് എത്ര ഓപ്പറേഷൻ ചെയ്താലും 50% പോലും നിവരാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു. ഇരുമ്പ് ഷൂ അവളുടെ കാലിൻ്റെ അളവിൽ ചെയ്തെടുത്ത് മാസങ്ങളോളം കാല് നേരെ വെച്ചിട്ടു. പക്ഷേ മാസം കഴിഞ്ഞിട്ട് അത് റിമൂവ് ചെയ്യുമ്പോൾ തിരിച്ചു വരാൻ തുടങ്ങി. ഒരിക്കലും നിവരത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ പെന്തക്കോസ്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ, പാരമ്പര്യത്തോട് എന്നേക്കും വിട പറഞ്ഞപ്പോൾ, ഊമ വിഗ്രഹങ്ങളോട് എന്നേക്കും വിട പറഞ്ഞപ്പോൾ, ആചാരങ്ങൾക്ക് എന്നേക്കും വിട പറഞ്ഞപ്പോൾ, ലോകത്തിന്റെ മോഹങ്ങളോട് എന്നേക്കും വിട പറഞ്ഞ് ആലയത്തിനകത്ത് കയറി വന്നപ്പോൾ തല ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞിട്ട് ദൈവം ഒരു ദൂത് പറഞ്ഞു, സാധാരണ സ്ത്രീകളെ പോലെ ഞാൻ നിന്നെ നടത്തും. എത്ര പേർക്ക് ഈ കേൾക്കുന്ന ദൈവദൂതായിട്ട് ഏറ്റെടുക്കാൻ പറ്റും? 2007 21 ഫാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് എന്റെ ഉപവാസപ്ര നടക്കുന്ന സഭയുടെ ഹോളിൽ ഒരു വാടക വീടാണ്. അതിനകത്ത് നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കാൻ വന്ന എന്റെ സഹോദരി, ആരാധന മധ്യത്തിൽ അഗ്നി ഇറങ്ങുന്ന അനുഭവം. അതിന്റെ ഇടയിൽ അവൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എന്റെ ഇടത് കാല് നുവർന്നേന്ന് വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ കോളേജിൽ പഠിച്ച് വിവാഹപ്രായമായ എന്റെ സഹോദരി, അത് വരാത്ത നൂരാത്ത കാല്, ഡോക്ടർമാർ പരിശോധിച്ചിട്ട് നടക്കാത്ത, ചികിത്സിച്ച് നടക്കാത്ത, കേരള ഗവൺമെന്റിന്റെ വൈകല്യ വികലാംഗ പെൻഷൻ വാങ്ങിക്കുന്ന എന്റെ സഹോദര കാല് 2007 ഉപവാസ പ്രാർത്ഥന നടുവിൽ 17ാമത്തെ ദിവസം കാല് നിവർന്നു വന്നെങ്കിൽ ഈ രാത്രി ആ ദൈവം ജീവിക്കുന്നുണ്ട്. ഇടത് കാല് നിവർന്നെന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും അവിടെ ഓടിച്ചെന്ന ദൈവമകത്ത് കണ്ണുകൊണ്ട് കണ്ടത്. യേശുവിന്റെ നാമത്തിൽ. അന്ന് എന്നെ പോലെ പ്രസംഗിക്കാമെന്ന പാസ്റ്ററും ഞാനും കൈവച്ച് വിശ്വാസത്തോട് കൈ നീട്ടാൻ പറഞ്ഞു. കണ്ണ് തുറന്നിരിക്കുമ്പോൾ ആരും അത്ഭുതം കണ്ടിട്ട് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. 10 മിനിറ്റിനുള്ളിൽ 10 മിനിറ്റ് പോലും എടുത്തൊന്നും എനിക്കറിയില്ല. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ പ്രാർത്ഥനയിൽ സ്വർഗം ഇറങ്ങി വന്നു. ഞങ്ങളുടെ കണ്ണ് നോക്കിയിരിക്കുമ്പോൾ വലതുകാൽ ഇങ്ങനെ ഇരിക്കുന്ന വലതുകാൽ നുവർന്നു വന്ന് നേരെ ചവിട്ടുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അത്ഭുതം ഞാൻ വീട്ടിൽ കണ്ടതാ. അത്ഭുതം എന്നിൽ കണ്ടതാ. എത്ര പേർക്ക് വാ തുറന്ന് പറയാൻ കഴിയൂ, ഈ ദൈവം ജീവിക്കുന്നു, ഈ ദൈവം എന്റെ ദൈവം, ഈ ദൈവം എന്റെ ദൈവം? എത്ര പേർക്ക് ഉറക്കെ എത്ര പേർക്ക് സധൈര്യം പറയാൻ പറ്റൂ? യുവാക്കളെ, യുവതികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ രാത്രി ഉറക്കെ പറ, ഈ ദൈവം എന്റെ ദൈവം. വെറുതെ പ്രസംഗിക്കാൻ ഇറങ്ങിയതല്ല. ഈ വേഷം ഈ പുസ്തകം തന്നതാ. ഹലോ, ഇതിനെ പിൻപറ്റിയവരെ ആരെയും ഇത് വെറുതെ വിട്ടിട്ടില്ല. എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയും, ഓടിച്ചിട്ട് അനുഗ്രഹിക്കും. വാക്ക് പറഞ്ഞാൽ ദൈവത്തിന് മാറാൻ പറ്റില്ല. അവൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത. അവൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കും. വാസ്തവമായി ഒന്ന് മടങ്ങി വരാൻ എത്ര പേർക്ക് കഴിയും? ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 5-ാമത്തെ വാക്യം. 28:5. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. അടുത്തത്, ദോഷം ഒന്നും പറ്റിയില്ല. അടുത്ത ശ്രദ്ധിക്കണം, അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് വെച്ച് അവർ കാത്തു നിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സു മാറി അവനൊരു ദേവനെന്ന് പറഞ്ഞു. മതി. എന്നെ ശ്രദ്ധിക്കണേ എല്ലാവരും. ദൈവാത്മാവ് എന്നെ വളരെയേറെ നിർബന്ധിക്കുന്നൊരു ദൂത് നിങ്ങളുമായി പങ്കുവയ്ക്കാം. വേദപുസ്തകം നോക്കി ആരും ഇരിക്കരുത്. എല്ലാവരും നുവർന്ന് ഇവിടേക്ക് നോക്കിയിരിക്കണം. 5-ാം വാക്യത്തിൽ ഇങ്ങനെയാ വായിച്ചത്, അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. അടുത്ത വരിയാണ് എൻ്റെ കണ്ണുടക്കിയത്. ദോഷം ഒന്നും പറ്റിയില്ല. ഈ രാത്രി അതിരം തുറന്നു പറ, ദോഷം ഒന്നും പറ്റിയില്ല. നീ ഇവിടെ ഇരിക്കുന്ന എന്താണെന്നറിയാമോ? ദോഷം
പറ്റിക്കാൻ ആളില്ലാഞ്ഞിട്ടല്ല, ശത്രു ഇല്ലാഞ്ഞിട്ടല്ല, ആഭിചാരമില്ലാഞ്ഞിട്ടല്ല, ബന്ധനമില്ലാഞ്ഞിട്ടല്ല, പാതി വഴി തകർത്ത് കളയാൻ പദ്ധതി ഒരുക്കാഞ്ഞിട്ടല്ല, ചക്രവ്യൂഹത്തിന്റെ അടിയിൽ നിന്ന് അരച്ചു കളയാൻ ശത്രു പദ്ധതി ഒരുക്കി യാത്രക്കിടയ്ക്ക് അധികം താമസിക്കാതെ നിന്നെ ഇല്ലായ്മ ചെയ്യണമെന്ന് ഡേറ്റ് നിശ്ചയിച്ചിരുന്ന ദിവസങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ പുറപ്പെട്ട് നീ ഇതിനകത്ത് വന്നത് മുടിനാരക്ക് രക്ഷപ്പെട്ട് മിടുക്കുകൊണ്ടല്ല. ദോഷമൊന്നും പറ്റിയില്ല. ഈ രാത്രി ആത്മാവിൽ പറ, എനിക്കൊരു ദോഷവും പറ്റിയില്ല. എത്ര പേർക്ക് ശക്തിയോടെ 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 വായ തുറന്ന് പറയാൻ കഴിയും? ദോഷത്തിന് കാരണമില്ലാഞ്ഞിട്ടല്ല, അവൻ എന്നെ ദോഷത്തിന് വിട്ടുകൊടുക്കാഞ്ഞിട്ടോ. അധ്യായം ആരംഭിക്കുന്നത് രക്ഷപ്പെട്ട ശേഷം അവർ ദ്വീപിന്റെ പേർ മെലീത്ത ഗ്രഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോസ്തല പ്രവർത്തന പുസ്തകം സുവിശേഷങ്ങൾ കഴിഞ്ഞിട്ട് സഭയുടെ 50 വർഷത്തെ ഏകദേശം 50 വർഷത്തെ ചരിത്രം ഉല്ലേഖനം ചെയ്തിരിക്കുന്ന ഒരു ആത്മഗ്രന്ഥമാണ് അപ്പോസ്തല പ്രവർത്തന പുസ്തകം. ആ പേരിനെ മറ്റൊരു പേരിട്ടുകൂടെ വേണമെങ്കിൽ വിളിക്കാം. വേദപണ്ഡിതന്മാർ അങ്ങനെ വിളിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിയുടെ പുസ്തകം. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ആദിമസഭ ചുവട് വെച്ചതും ദൈവം പ്രവർത്തിച്ചതും ആത്മാവിന് വിധേയപ്പെട്ടതും ദൈവശബ്ദത്തെ അനുസരിച്ചതും വചനത്തിന് വിധേയപ്പെട്ടതും നടന്ന ഉണർവും കഷ്ടതയും പ്രവർത്തികളൊക്കെ ഏകദേശം 50 വർഷങ്ങളുടെ ഒരു ചരിത്രം എഴുതപ്പെട്ട പുസ്തകത്തിന്റെ പേരാ അപ്പോസ്തല പ്രവർത്തിയുടെ പുസ്തകം. കര ഉയർത്തി ഒന്ന് ഹല്ലേലൂയ പറയാമോ? നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചിന്തയുണ്ട്. അപ്പോസ്തല പ്രവർത്തന പുസ്തകം പത്രോസും യാക്കോബും യോഹന്നാനും പൗലോസും ഒക്കെ ശുശ്രൂഷ കാലയളവിന്റെ ദൈവസഭയുടെ വ്യക്തമായ നല്ലൊരു രേഖാചിത്രം, ഒരു നല്ല പുസ്തകം നമ്മുടെ കയ്യിലുണ്ടല്ലോ, വായിക്കുന്നല്ലോ. അതിൽ നിന്നാണല്ലോ ആത്മാവിന്റെ പ്രവൃത്തിയും അത്ഭുതങ്ങളെയും സഭയുടെ സ്വഭാവത്തെയും തിരിച്ചറിഞ്ഞത്. ചങ്കുറ്റത്തോടെ ഇന്നത്തെ കാലത്തെ ആത്മീക ജനതയ്ക്ക് ഒരു പുസ്തകം കൂടെ എഴുതാമോ? നിങ്ങൾ പെട്ടെന്ന് നിശബ്ദരായ എന്നെ. നമ്മൾ ആ പുസ്തകം എഴുതിയാൽ എത്ര പേർക്ക് വായിക്കാൻ പറ്റും? ഞാൻ ചോദിച്ചതിന് ഉത്തരം എത്രയേ ഉള്ളൂ. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചതിന് ശേഷം, ചുവട് വെച്ച് ഇറങ്ങിയതിന് ശേഷം എത്ര പേർ വിശ്വസ്തയോടെ വിശുദ്ധ ജീവിതം നയിച്ചിട്ടുണ്ട്? സ്തോത്രം. പോയി പിന്നെ എഴുതിയിട്ടില്ല, പിന്നെ എഴുതാൻ പറ്റിയിട്ടില്ല. ആ പുസ്തകം അവസാനിക്കുമ്പോൾ 28-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലീത്ത, പറഞ്ഞേ, മെലീത്ത എന്ന് ഗ്രഹിച്ചു. രക്ഷപ്പെട്ട് വല്ലവിധിനെ നീന്തി തുടിച്ച് കിട്ടിയ പലക കഷ്ടങ്ങൾ പിടിമുറുക്കിയും നീന്തി എത്തപ്പെട്ടതിന് ശേഷം മനസ്സിലാക്കിയ ഇതാണ് മെലീത്ത. ഇന്നത്തെ കാലത്ത് നാമകരണം മാൾട്ട. അടുത്ത വായിക്കുമ്പോൾ കണ്ട ഒരു വാചകം, അവിടെയുള്ളവർ ബർബരന്മാരായിരുന്നു, അഥവാ സാർവദേശിക ഭാഷ അറിയാത്തവർ, തദ്ദേശീയ ഭാഷയും തദ്ദേശ സംസ്കാരം മാത്രം പരിചയമുള്ളവർ. എന്നാൽ അവിടെ ഒരു വരി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നു മുതൽ അവിടെയുള്ളവർ, രക്ഷപ്പെട്ട പൗലോസ് ഉൾപ്പെടെയുള്ളവരോട് അസാധാരണ ദയ കാണിച്ചു. സാധാരണ ദയയല്ല, അസാധാരണ ദയ. ഒന്നും കൂടെ ചേർത്ത് പഠിച്ച്, ഒന്ന് ചേർത്ത് ചിന്തിച്ച്, അപരിചിതർ, അപരിഷ്കൃതർ, ഭാഷ സാർവദേശിക പരിചയമില്ലാത്തവർ, മറ്റു നാടുമായി ബന്ധമില്ലാത്തൊരു ഇടുങ്ങിയ ദ്വീപിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, ഒരു പരിചയമില്ലാത്ത കപ്പൽ ഉടഞ്ഞു തകർന്നിട്ട് വന്നു കയറിയവരോട് ഇവരൊരു അസാധാരണ ദയ കാണിച്ചെന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ, അർഹതയില്ലാത്ത ദയ കാണിച്ചെന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ചലിച്ചൊരു കരമുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചില തട്ടി ഉണർത്തി ഒന്ന് പ്രബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു. നീ അർഹതയില്ലാത്ത ചിലത് അനുഭവിച്ചിട്ടുണ്ട്. ഈ പുസ്തകം എടുത്തതിന് ശേഷം നീ ഒരിക്കലും ചിന്തിക്കാത്ത നന്മ അനുഭവിച്ചിട്ടുണ്ട്. ചില വഴികൾ തുറന്നു കിട്ടിയിട്ടുണ്ട്, ചില ദയ അനുഭവിച്ചിട്ടുണ്ട്. അത് വന്നു കയറിയതല്ല, വല്ലാതെ സംഭവിച്ചതല്ല. അതിന്റെ പിന്നിൽ ചലിക്കുന്ന ഒരു കരമുണ്ട്. അതിനെ പിന്നിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിനക്ക് വേണ്ടി ചില തിരിച്ചുവിടുന്ന, ചില വഴികളെ തുറന്നു വെക്കുന്ന, ചില മണ്ഡലങ്ങളെ മേൽ നിന്റെ കരം പിടിച്ചുയർത്തുന്ന, അതിന്റെ പിന്നിൽ ചലിക്കുന്ന ഒരു കരമുണ്ട്. മെലീത്തയിലെ പൗലോസിന് വേണ്ടി കപ്പൽ രക്ഷപ്പെട്ടവർക്ക്
കുടുംബത്തിന് ചലിച്ച അതേ കരം ഈ രാത്രി ചില കുടുംബങ്ങൾക്ക് വേണ്ടി ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. എത്ര പേർക്ക് ആത്മാവിൽ ഒന്ന് കാണാൻ പറ്റുന്നുണ്ട്? എനിക്ക് വേണ്ടി ചലിക്കുന്ന ഒരു കരമുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി എന്നെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ, നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ, കുഞ്ഞെ നിന്നെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ, യുവാവെ നിന്നെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ, സഹോദരി നിന്നെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ, കൂടപ്പിറപ്പ് നിന്നെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ, അതിനെ പിന്നെ നിന്നെ ചിലത് ഓർമ്മിപ്പിക്കാനുണ്ട്. നിന്റെ അപ്പനെ നിന്നോട് കാണിക്കാൻ പറ്റാത്ത, നിന്റെ അമ്മയ്ക്ക് നിന്നോട് കാണിക്കാൻ കഴിയാത്ത, നിന്റെ സഹോദര ബന്ധങ്ങൾ നിന്നോട് കാണിക്കാത്ത, നിന്നോട് ഈ ദേശം കാണിക്കാത്ത ഏതെങ്കിലും ഒരു കരുണ, ഏതെങ്കിലും ഒരു മണ്ഡലങ്ങൾ നിനക്ക് അനുകൂലമായി വരുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ചലിക്കുന്ന ഒരു കരമുണ്ട്. അതിന്റെ പിന്നിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ കരമുണ്ട്. ഈ രാത്രി അനുഭവിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ, കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് പറ, എന്നെ പിന്തുടരുന്ന ഒരു കരമുണ്ട്. എനിക്കതിന് മനസ്സിലായെന്തറിയോ? പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവിന്റെ ഹിതമില്ലാത്ത വഴിയിലൂടെ ഈ കപ്പൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രേത്തയെത്തി മറപറ്റി ഓടി മാലൂമി പറഞ്ഞു, കപ്പലുടമ പറഞ്ഞു. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. കപ്പലുടമയും കപ്പിത്താനും മാലൂമിയൊക്കെ പറയുന്നത് കേട്ടിട്ടാ പലപ്പോഴും കപ്പലോടുന്നേ. അതിന്റെ ക്ലൈമാക്സ് അത് ഉടഞ്ഞു പോകുകയായിരുന്നു. കപ്പലുടമയ്ക്ക് മാലൂമിയുടെ വാക്ക് കേട്ടാ മതി. ഇന്ന് രാത്രി കേട്ടോ, പണമുള്ളവന്റെയും പണക്കാരന്റെയും പുറത്തു നിൽക്കുന്ന കൂട്ടുകാരുടെയും ഒക്കെ വാക്ക് കേട്ട പലരുടെയും കപ്പൽ ഉടഞ്ഞു തകരുന്നത് ഒരു കൊച്ചുപദേശി എന്ന വണ്ണം ഞാൻ എന്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട്. പള്ളിയിൽ ഇരിക്കുമ്പോൾ വല്ല ഭക്തനും കാണിച്ച് പുറത്തോട്ടിറങ്ങിയിട്ട് ലോകത്തിന്റെ മുഖങ്ങൾക്ക് ചുവട് വെച്ച് ഇറങ്ങുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, വിധേയപ്പെടാത്ത മെരുങ്ങിക്കൊടുക്കാത്ത, ദൈവാലോചനയ്ക്ക് വിധേയപ്പെട്ടു കൊടുക്കാത്ത, മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടു കൊടുക്കാത്ത, ഉപദേശിക്ക് വിധേയപ്പെട്ടു കൊടുക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, വചനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ രാത്രി ഉറക്കെ ഞാൻ വിളിച്ചു പറയുന്നു, പല കപ്പലും ഉടയുന്നത് ദൃസാക്ഷിയായി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. ഇവിടെ ആത്മഹത്യയുടെ കാര്യം പറയുന്നതിന് മുമ്പ് ഈ ഇരിപ്പിടത്തിരുന്നപ്പോൾ ദൈവം എന്നോടൊരു അനുഭവം പറയാൻ പറഞ്ഞു. ഞാൻ ഇപ്പൊ ശുശ്രൂഷിക്കുന്ന സഭയിൽ നടന്നൊരു സംഭവം പറയാൻ പറഞ്ഞു. അതിനുശേഷം കർത്താവിന്റെ ദാസൻ എഴുന്നിട്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ഞെട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയുന്നത്, ഞാൻ അവിടെ ഇരുന്ന് ശക്തമായിട്ട് ആരാധിച്ചു. ആളിന്റെ പേര് ഒന്നും പറഞ്ഞില്ല. എന്റെ ചർച്ചിൽ മേരിക്കുട്ടി സ്തേഫാനസ് എന്ന് പറയുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. ഒരു മകനേ ഉള്ളൂ. അവന് പള്ളിക്ക് വരുന്നവനായിരുന്നു, ആരാധനയ്ക്ക് വരുന്നവനായിരുന്നു. കുറച്ച് വളരാൻ തുടങ്ങി. അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ, ഈ മൂക്കിന് താലെ 3 രോമം വന്നാൽ പിന്നെ അവൻ അപ്പനെ കാട്ടി വലുതാ. നിങ്ങളും ചിരിക്കട്ടെ, നിങ്ങളും കണക്കാം. 11 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പെൺപിള്ളേർക്ക് ചോദിക്കുന്ന കേട്ടില്ല, അമ്മയ്ക്ക് എന്തറിയാം, അമ്മയ്ക്കൊന്നും അറിയത്തില്ല, അമ്മ ഉണ്ടായിരിക്കും. 11 വയസ്സിനും 13 വയസ്സിനും ഇടയ്ക്ക് പെൺകുട്ടികൾക്ക് വരാൻ പറ്റുന്ന ഒരു സ്വഭാവ രോഗമാണ് അമ്മയ്ക്ക് ഒന്നും അറിയത്തില്ല, അപ്പനൊരു കുന്തവും അറിയത്തില്ല. സ്വോത്രം പോയല്ലോ. അവര് പറയാൻ പെൺപിള്ളേർ പറയും അമ്മയ്ക്ക് എന്തോ അറിയാം. ഇച്ചിരി വളർന്നു പോയെന്ന് ചിന്ത വന്നാൽ പിന്നെ അപ്പനും ഒന്നും അറിയത്തില്ല. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. തുടങ്ങിയതല്ലേ ഉള്ളൂ, 10:30 നിർത്താം. എന്തായാലും ഏറ്റവും കൂടുതൽ ദൂരം പോണ്ട ഞാനാ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാം, നേരം വെളുത്തിട്ട് പോവാം. എല്ലാവരും ഹാപ്പിയാണല്ലോ, ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോവാം. ഇച്ചിരി ഒന്ന് വളർന്നു തോന്നിയ പെൺപിള്ളേർ, അത് 11-നും 13 വയസ്സിനും ഇടയ്ക്കാണ്. ആ 11-നും 13 വയസ്സിനിടയ്ക്ക് ആ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ നിനക്ക് ആ സ്വഭാവം മാറ്റാൻ പറ്റില്ല. ആൺപിള്ളേരുടെ പ്രശ്നം കണ്ണാടി. ഒരുത്തന്നെ ഒരു പരിപാടിക്ക് വന്നപ്പം തലേ ദിവസം വരെ ഇല്ലാത്ത ഒരു കറുപ്പ്, അങ്ങും ഇങ്ങനെ സെക്കൻഡ് ഷോയ്ക്ക് ആളിരിക്കുന്ന പോലെ ഉള്ളായിരുന്നു. ബാക്കി അവൻ അയലത്തെ വീട്ടിലെ അമ്മാമ്മയുടെ കണ്ണുമഷി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് അവൻ വന്നിട്ട് ഇങ്ങനെ കറങ്ങിയ. ഞാൻ വിചാരിച്ചു ഇവൻ എന്തിനാ കറങ്ങുന്നത്. പിന്നെ എനിക്ക് കിട്ടി, ഇവിടെ ഇച്ചിരി കറുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചോദിക്കാൻ വേണ്ടിയാ. പിന്നെ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാ, ആരുടെ? അത് അടുത്ത വീട്ടിൽ അമ്മാമ്മയുടെ കൺമഷിയാണ്. ഇച്ചിരി 3 എണ്ണം വന്നാൽ പിന്നെ വീട്ടിൽ അപ്പം പറഞ്ഞാലും കേൾക്കില്ല. അപ്പനെന്താ അറിയും, അപ്പം ഉണ്ടായി. അവര് കണ്ടില്ല, ഇവര് കണ്ടില്ല, അങ്ങോട്ട് പോയില്ല, അവർക്കായിക്കൂടെ. നിന്റെ കാര്യം പോക്ക. കൈ പൊക്കണ്ട, കൈ താത്തിട്ടാണ്. നീ കൈ പൊക്കി പിടിച്ചിട്ട് ഇവരെല്ലാം തിരിച്ചറിയും. പിന്നെ വേണ്ട, തീരുമ്പോൾ എന്നെ വന്നൊന്ന് കണ്ടാൽ മതി, ഞാൻ ശാസിക്കാം. ഇവൻ ഞാൻ ചെല്ലുന്നെന്ന് അറിഞ്ഞാൽ അവൻ അടുക്കളയിൽ കൂടെ ഇറങ്ങി ഓടും. ഞാൻ അടുക്കള ബാക്കി കൂടെ അടുത്ത ദിവസം ചെല്ലുമ്പോൾ അവൻ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി ഓടും.
കിട്ടത്തില്ലെന്നേ. വെരുക് വരാലെന്നൊക്കെ പറഞ്ഞാൽ തിരുവനന്തപുരംകാർക്ക് അറിയാമോ? ആ സൂപ്പർ, എന്നാ നമുക്ക് മുന്നോട്ട് പോവാം. വരാല് പിടിക്കുമ്പോൾ എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇവന് കൂട്ടുകാരുടെ കൂടി ചെറുതായിട്ട് വലിക്കുക, ചെറുതായിട്ട് ചവയ്ക്കുക, ഇങ്ങനെ കുറേ സാധനം ഉണ്ടല്ലോ. തുപ്പുന്നത്, ഇറക്കുന്നത്, ചവയ്ക്കുന്നത്, മണക്കുന്നത്, ഒട്ടിക്കുന്നത്, വലിക്കുന്നത്, കുടിക്കുന്നത്. സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കും വരുന്നുണ്ടല്ലോ. ഞാൻ ഈ പരിശോധന പ്രസംഗിക്കാൻ പോകുന്നുണ്ട്. ഞാൻ ഒരു ദിവസം OPR ഓക്കെ വാറ്റും ജോണി വക്കറും കേട്ട് വന്നൊരു അമ്മ പറയും, അപ്പം പാസ്റ്റർക്ക് ഇതെല്ലാം അറിയാം. നീ അതും ചോദിച്ചുകൊണ്ടിരിക്കണ്ട, ഞാൻ ഇതെല്ലാം കാണാതെ പഠിച്ചതാ. 3 രോമം വന്നപ്പോഴത്തേക്ക് അപ്പനെതിരെ അമ്മയ്ക്കെതിരെ പറഞ്ഞാൽ കേൾക്കത്തില്ല. എനിക്ക് മനസ്സിലായി ഇവൻ 6 മണിയായാലും 7 മണിയായാലും എഴുന്നേക്കത്തില്ലെന്ന്. ഞാൻ 6 മണിയായപ്പോൾ അവിടെ പോയി നിന്ന് കട്ടിലേക്ക് കിടക്കുന്നതിൻ്റെ കഥയൊന്നും പറയണ്ട, അതൊരു പറയാൻ പറ്റും. ഞാൻ കുലിക്ക് വിളിച്ച്, ജിജോ വേണം, ജിജോ വേണം. അവൻ്റെ അപ്പനാന്ന് പറഞ്ഞിട്ട് അവൻ തട്ടി മാറ്റിയ. ഞാൻ പറഞ്ഞു വാസം പൊക്കിയിരുത്തിയിട്ട് അവൻ പല്ല് തേക്കാൻ പോലും ഞാൻ വിട്ടില്ല, അതുവഴി ഓടിക്കളയും. ആ വാടകയെ സഹിച്ച് ഞാൻ അവിടെ ഇരുന്നു 2-2.5 മണിക്കൂർ ഉപദേശിച്ചു. ഒരു വിധത്തിൽ അവൻ റെഡിയായി. പള്ളി കൊണ്ടുവന്നു. പള്ളി വന്നിരിക്കും. കുറച്ച് ദിവസം നന്നായിട്ട് കിടന്നു. ഭൂതങ്ങൾ റോഡിൽ നിൽക്കുകയല്ലയോ ഇറങ്ങി പോകുമ്പോൾ പിടിക്കാൻ. സ്വത്രം പറഞ്ഞ് ഇങ്ങോട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ചിലരുടെ കൂടെ വന്ന സാധനം. മിണ്ടുന്നില്ല ഇവര്. ഞാൻ ആത്മാവിൽ കണ്ടിട്ടാ പറയുന്നത്. ചിലരുടെ കൂടി നടക്കുന്ന ചില ഭൂതങ്ങൾ ഇതിനകത്ത് തീയായോണ്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് താഴെ വണ്ടി പാർക്കിങ്ങിൽ പാർക്ക് ചെയ്ത് നടക്കുക. തിരിച്ചു വരുമ്പം വരും. 2-3 ആഴ്ച കുഴപ്പമില്ലാതെ വന്നവൻ പിന്നെ പതുക്കെ പള്ളിയിലൊക്കെ വരുന്നുണ്ട്. പിന്നെ വരാതായി, ഇടയ്ക്ക് കാണാതായി, പിന്നെ അങ്ങനായി ഇങ്ങനായി. അവസാനം ഇവൻ പഴയ തിരിച്ചുപോയി. ഇവനെ പിടിച്ച കിട്ടത്തിൽ വെള്ളവടിയായി, പ്രശ്നവും എല്ലാമായി. അവന് ലോകത്ത് പ്രശ്നമായി. ഒരു സമയം തന്നെ 2-3 പെണ്ണുങ്ങളെ ലൈനടിക്കുന്നത്. പെമ്പിള്ളാർ സൂക്ഷിച്ചു ഉമാരെ പിടുത്തം കിട്ടാൻ ഭയങ്കര പാടാ. പെമ്പിള്ളാർക്ക് പിന്നെ സ്നേഹം കിട്ടിയാൽ മതി. എനിക്ക് സ്നേഹമില്ലേ, എനിക്ക് സ്നേഹം, അതിൻ്റെ പുറകെ അങ്ങ് പോകും. ഒരു 3 പെണ്ണുങ്ങളെ ഇവൻ എന്തോ കഴിവാ. ഒരേ സമയം 3 പെണ്ണുങ്ങളെ 3 മൊബൈൽ ഫോൺ വെച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. 3 കൂടെ ഒരുമിച്ച് തേച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ എനിക്ക് കാര്യം അറിയത്തില്ല. ഇവൻ കയറി അങ്ങ് തൂങ്ങി. ആടി. പെൻഡിലും കിടന്ന് നടന്നാണ് കാടി. നാട്ടുകാർക്ക് കണ്ടുകൂടാ, വീട്ടുകാർക്ക് കണ്ടുകൂടാ, ബന്ധുക്ക് കണ്ട, അപ്പനും അമ്മയ്ക്കും കണ്ടുകൂടാ. അമ്മ തലയിൽ വെച്ച് ഇവൻ ചത്താ മതി എന്ന് പറഞ്ഞു തുടങ്ങി. ആ സമയത്ത് ഇവൻ കയറി തൂങ്ങി. കയ്യിലെല്ലാം വരഞ്ഞേച്ച് കയറി തൂങ്ങി. ബ്ലേഡ് വെച്ച് വരഞ്ഞ് ഇങ്ങനെ മീൻ വരഞ്ഞ് വരഞ്ഞേച്ച് കയറി തൂങ്ങി. ഗ്യാസിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവയ്ക്കാൻ വന്നവൻ നോക്കിയപ്പോൾ ഇവൻ തൂങ്ങി ആടുന്നു. ഓടിച്ചെന്നൊരു പിച്ചാത്തി എടുത്തുകൊണ്ടെന്ന് അറുത്തിട്ടപ്പോൾ ഇവന്റെ ജീവൻ ഉണ്ടോ ഇല്ലോ എന്ന് അറിയാൻ വയ്യ. അദ്ദേഹം നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ കിടന്ന് പിടയ്ക്കുക. ഇതുപോലൊരു ഉപവാസ പ്രാർത്ഥന 14 ദിവസത്തെ സഭ നടക്കുന്നു. ഉച്ച സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഫോൺ കോൾ അമ്മയ്ക്ക് വരുന്നു. മോൻ കയറി തൂങ്ങി ഓടിവാ. അമ്മ വെട്ടിയിട്ട് ചക്ക പോലെ താഴോട്ടങ്ങ് വീണു. ഞങ്ങൾ ഉപദേശിമാർക്ക് എന്തെല്ലാം പണിയാ. ബ്രോക്കർ പണി ചെയ്യണം, വണ്ടി പണി ചെയ്യണം, എന്നാലും ഒക്കത്തില്ല. ഞാൻ ഓടി വണ്ടിയായിട്ട് ഒരു അച്ചാരെയും വിളിച്ച് അവിടെ ചെന്നപ്പം ചുറ്റും ആള് നിപ്പുണ്ട്. ഇച്ചിരി ശ്വാസമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇതെന്താ കൊണ്ടുപോകാത്തെ? ഞാൻ പറഞ്ഞു ആരെങ്കിലും കൊണ്ടുപോകും. അതിനകത്ത് അവൻ്റെ ബന്ധുക്കളൊക്കെ ഉണ്ട്. ഞാൻ കൂടെ വന്ന അച്ചാനോട് പറഞ്ഞ് തൊട്ടപ്പുറത്ത് ആംബുലൻസ് കൊണ്ട് വിളിക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് കുന്നിക്കോട് തെറ്റിക്കോടി ഹോസ്പിറ്റലിൽ കൊണ്ട് എടുത്തില്ല. കൊട്ടാരക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പറഞ്ഞു ഇവിടുന്ന് പറ്റില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് പിന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. വണ്ടിക്കകത്ത് കയറ്റിവിട്ട് ഞാൻ ബെയ്ത്തോമിലേക്ക് ഓടിപ്പോയി. എല്ലാവരുമായിട്ട് മുട്ടിമേലിരുന്ന് കർത്താവിനോട് കരയാൻ തുടങ്ങി. ദൈവമേ, ഇവൻ ചത്താൽ സഭയ്ക്ക് പേര് ദോഷം വരും. ഇതുവരെ സമ്പാദിച്ച അഭിമാനം പോകും. ഇതുവരെ പാടിയതും ആരാധിച്ച ദേശം ഞങ്ങളെ നോക്കുകുത്തിയാക്കും. അവന്റെ ജീവൻ തിരിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു.
ആ കിടക്കെ കിടന്നവൻ അവരൊരു കാര്യം മനസ്സിലാക്കി, ഒരു കൂട്ടുകാരുമില്ല, ഒരു സുഹൃത്തുക്കളുമില്ല. അവൻ്റെ കൂടെ ഇരിക്കാൻ അപ്പറ്റ തള്ള മാത്രമേ ഉള്ളൂ. അപ്പറ്റ തള്ള മാത്രം കട്ടിലിൻ്റെ കാലിൻ്റെ ഇടയിൽ നിന്ന് മാറാതെ അവൻ്റെ കാലെ തടവി തടവി അവൻ പൂർണ്ണ ആരോഗ്യത്തോട് വരാൻ എത്ര ദിവസം ഈ മെഡിക്കൽ കോളേജിൽ കാത്തിരുന്നറിയാമോ? പിന്നുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്ന കുറെ ദൈവമക്കളെ ഉള്ളൂ. എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും എന്റെ കൂടപ്പുറപ്പ് വാസ്തവമായി ദൈവത്തെ അറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ദൈവത്തെ പറ്റിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ, അപ്പനെ അമ്മയെ പറ്റിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ, ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, മടങ്ങി വരിക. ഒരു അസാധാരണ ദൈവം നിനക്ക് ഈ ദ്വീപിൽ, ഈ തുരുത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിന്റെ കൂട്ടുകാർക്ക് കിട്ടാത്ത, നിന്റെ സ്നേഹിതർക്ക് കിട്ടാത്ത, നിന്റെ ബന്ധുബലത്തിൽ ഒരാൾക്കും കിട്ടാത്ത, നിന്റെ കുടുംബത്തിൽ ഒരാൾക്കും കിട്ടാത്ത ശ്രേഷ്ഠകരമായ ചില വാഗ്ദത്ത പ്രതീക്ഷയുടെ തുരുത്ത് ദൈവം നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എത്ര കരു ശബ്ദം ഉയർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കും. മാൾട്ടാ ദ്വീപിലാണ് എത്തിയത്. മാൾട്ടാ ദ്വീപിനെ കുറിച്ച് പഠിക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. 3 കാര്യം പറയാൻ ശ്രദ്ധിച്ചേക്കണം. ഒന്നാമത്, അന്ന് അപരിഷ്കൃതർ പാർത്ത കുറച്ച് ഒരു ബർബരന്മാർ പാർത്ത ഒരു കൊച്ചു ദ്വീപ്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ ലോകത്തിലുള്ള വിനോദസഞ്ചാരികൾക്ക് പോകാൻ ഇഷ്ടപ്പെട്ട മനോഹരമായ ദ്വീപ്, വിദേശ സഞ്ചാരികളെ, വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു മനോഹര ദ്വീപായി അത് മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? തീർന്നില്ല. രണ്ടാമത്തെ പ്രത്യേകത, ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ, നിങ്ങളും ഞാനും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, മാൾട്ടാ ദ്വീപിലെ തദ്ദേശവാസികളിൽ 84% പേരും ക്രിസ്തു വിശ്വാസികളാന്ന് പറഞ്ഞാൽ എത്ര ദൈവമക്കൾക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയോ? നിന്റെ ഭാഷ അറിയാത്ത, നിന്നെ അറിയാത്ത ഒരു കൂട്ടരുടെ നടുവിലേക്ക് നിന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ, ആ ദേശം നീ പിടിക്കും. ഇതിനെ കീമേൽ നീ മറിക്കും. ഇതിനകത്ത് ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. ഈ രാത്രി ദൂതേറ്റെടുത്തോ. ഈ സഭയ്ക്കൊരു ദൗത്യം ദൈവം മുൻപിൽ വെച്ചിട്ടുണ്ട്. മെലീത്തയെ മാറ്റിയ കരം ഈ ദേശത്ത് പരിവർത്തിക്കുന്ന ദിനങ്ങളോ. മുറുകെ പിടിച്ചോ. ദൂത് സഭയിലെ ദൈവമക്കൾ ഒരുമിച്ച് ഏറ്റെടുത്തോ. മൂന്നാമത്തെ പ്രത്യേകത ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലേലും, വിരൽത്തുമ്പിൽ വിജ്ഞാനം വിരിയുന്ന ആധുനിക ഇന്റർനെറ്റ് കാലഘട്ടത്തിലേക്ക് മാറിയപ്പോൾ അതിനകത്ത് നിന്ന് കിട്ടുന്നൊരു വരിയിൽ ഒരുപാട് വായിച്ചതിൽ ഒരു വരി എൻ്റെ കണ്ണുടക്കി. അതാണ് മൂന്നാമത്തെ പ്രത്യേകത. അവിടെ ഇങ്ങനെയാണ് ഞാൻ വായിച്ചത്. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കും, നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ അംഗീകരിക്കും. എനിക്ക് വലിയ സന്തോഷം തോന്നി. ആ വരി ഇങ്ങനെയായിരുന്നു: ഇന്ന് മെലീത്ത ദ്വീപിൽ, ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ മാൾട്ടാ ദ്വീപിൽ, ഇന്ന് മെലീത്ത ദ്വീപിൽ മരണകരമായ വിഷമുള്ള ഒരു പാമ്പ് പോലും ഇല്ല. ശക്തിയോടെ ഹല്ലേലൂയ പറ. വിശുദ്ധന്റെ കാല് ചവിട്ടിയാൽ, അധികാരമുള്ളവന്റെ കാല് ചവിട്ടിയാൽ വരുന്ന പരിവർത്തനം കണ്ടോ? കൃപ പ്രാപിച്ച ദൈവമക്കളെ, നിന്റെ കാല് ചവിട്ടുന്നിടത്ത് ഒരു അന്ധകാര ശക്തിക്കും കൊടികുത്തി വാഴാൻ പറ്റില്ല. നിന്നെ കണ്ടിട്ട് വിറയ്ക്കുന്ന ചില ശക്തികളുണ്ട്. ഈ രാത്രി ഈ സഭയെ കണ്ട് പേടിക്കുന്ന ദേശാധിപത്യ ശക്തികളെ ആത്മാവിൽ ഞാൻ കണ്ടുകൊണ്ട് പറയുന്നു, ഇവിടെ ഇനി തലവൊക്കുന്ന സർപ്പങ്ങൾ ഉണ്ടാകത്തില്ല. ദൈവസഭയ്ക്കെതിരെ പോരാടുന്ന ശക്തികൾ ഇനി ഇവിടെ എഴുന്നേൽക്കത്തില്ല. കുടുംബങ്ങളെ മുച്ചോട് മുടിക്കുമെന്ന് പറയുന്ന അന്ധകാര വ്യാപാരങ്ങൾക്ക് അഡ്രസ് ഇല്ലാതെ പോകാൻ പോകുകയോ? ശക്തിയോടെ ആത്മാവിന്റെ ശക്തിയോടെ നിന്റെ വീടിനെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, തലമുറയ്ക്കെതിരെ ആഭിചാരം ചെയ്ത്, ശുദ്രം ചെയ്ത്, തകർത്ത് കളയോ നേർച്ച കാഴ്ച നിർവഹിച്ച ചില മണ്ഡലങ്ങൾ ഈ രാത്രി ഇനി അത് തലവൊക്കില്ല. നിനക്കെതിരെ തലവൊക്കി പത്തി വിടർത്തി ആടിയ മുഴുവന്റെ തല തകർക്കുന്ന രാത്രിയോ? ഓ യെസ്, ആത്മാവിൽ കണ്ട് പ്രാർത്ഥന.
ചില കുടുംബങ്ങൾ റിലീസ് ചെയ്യാൻ പോകുകയാ. ചില കുടുംബങ്ങളെ റിലീസ് ചെയ്യാൻ പോകുകയാ. ചില വ്യക്തികളെ റിലീസ് ചെയ്യാൻ പോകുകയാ. പിശാച് അവകാശപ്പെടുന്ന തലമുറകളെ റിലീസ് ചെയ്യാൻ പോകുകയാ. പിശാച് ബന്ധിക്കുന്ന ചില കുഞ്ഞുങ്ങളെ ദൈവം റിലീസ് ചെയ്യാൻ പോകുകയാ. ചില കുടുംബങ്ങളെ ദൈവം റിലീസ് ചെയ്യാൻ പോകുകയാ. നിന്റെ അടുത്തുള്ള ചില കുടുംബങ്ങളെ റിലീസ് ചെയ്യാൻ പോകുകയാ. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ചിലതിനെ കെട്ടഴിക്കാൻ പോകുകയോ. നിനക്കൊരു ദോഷവും ഭവിക്കില്ല. നിന്റെ തലമുറയ്ക്ക് ഒരു ദോഷവും ഭവിക്കില്ല. നിന്റെ സഭയ്ക്ക് ഒരു ദോഷവും ഭവിക്കില്ല. വല്ലവിധേനയും കടലിന് രക്ഷപ്പെട്ട് ഒരു പരുവത്തിൽ ചെന്നേ കുന്നിപ്പേ കുരു പോലെ ഒന്നിനു പുറകെ ഒന്നായി അടുത്ത പ്രശ്നം. നമ്മളാന്നേ പറഞ്ഞാൽ പ്രാർത്ഥന കുറവാ, പ്രശ്നം ഇതായിരുന്നു. ഒന്ന് മാറ്റി ചിന്തിച്ചു നോക്കിക്കേ. വാഗ്ദത്തമുള്ളവനെ മാത്രമേ പിശാചിന് മതി. ഹലോ, ആരാധിക്കുന്നവനെ, പാടുന്നവനെ, പ്രാർത്ഥിക്കുന്നവനെ, സഭയ്ക്ക് തൂണായി നിൽക്കുന്നവനെ നോക്കിക്കൊണ്ട് നടക്കുന്ന ശക്തികളുടെ തലയെ ദൈവം തകർക്കാൻ പോകുകയാ. പഠിക്കാനിരുന്നിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. ശ്രദ്ധിച്ചേ, അടുത്ത വർഷം 10ാം ക്ലാസ്സിലാണ്. കുറെ വർഷത്തിന് മുമ്പ് നടന്ന ബോംബെയിൽ നിന്ന് എൻ്റെ ഒരു സഭാവിശ്വാസിയുടെ മകൻ വിളിച്ചു. മൂത്ത മകനാ, അവൻ അനുസരണയില്ല, ബുദ്ധിയില്ല. ആൾക്കാരവനെ പറഞ്ഞു തുടങ്ങി, ശരീരത്തിന് പ്രായത്തെക്കാളേറെ വളർച്ച, കണ്ടിട്ട് തന്നെ ഒരു വശവശക്, ബുദ്ധി കുറവ്, ഒന്നും തൻ്റെ അടുത്ത് ചെയ്യാൻ വയ്യ. ഞാൻ പറഞ്ഞു നാട്ടിൽ കൊണ്ടുപോവാ. നാട്ടിൽ കൊണ്ടുവന്നു. അന്ന് ഞാൻ നരിക്കൽ വാഴവിളയിൽ ഇരിക്കുക. ഉപവാസത്തിൽ ഇരിക്കാൻ പറഞ്ഞു. ഉപവാസത്തിൽ എൻ്റെ കൂടെ ഇരുന്നു. ഞാൻ ഓർക്കൊണ്ട് ഉപവസിച്ചു. ഞാൻ പറയട്ടെ, അവസാന ദിവസം ആ ചെറുപ്പക്കാരൻ ആ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് ആത്മാവ് നൽകിയ പോലെ അധികാരത്തിൽ പ്രാർത്ഥിച്ചു. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും അവൻ്റെ അടിമുടി മാറി. ബുദ്ധിശൂന്യത ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. ഹോസ്പിറ്റലിൽ കണ്ട് കാണിച്ചപ്പോൾ എന്തോ ചെറിയ പ്രശ്നം, ഞരമ്പ് സംബന്ധിച്ച് എന്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അവരുടെ ഭാഷയിൽ. ഞാൻ പറഞ്ഞു, വാ, ഇതിൻ്റെ പിന്നിലൊരു പിശാചിൻ്റെ പ്രവൃത്തിയുണ്ട്. പ്രാർത്ഥിച്ച് ദൈവം അത് അഴിച്ചു. അവൻ തിരിച്ചുപോയി. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഇവൻ വരുന്നത്. പിറ്റേ വർഷം 10ാം ക്ലാസ്സിൽ ഏറ്റവും ഉയർന്ന മാർക്കിൽ അവൻ ബോംബെയിൽ പാസ്സായി. അവൻ പാസ്സായ ഉടനെ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. ബോധം വരുമ്പം ആദ്യം പറയുന്നതാ, എനിക്ക് സ്നാനപ്പെടണം. ഹലോ, ആരെങ്കിലും സ്നാനപ്പെടാത്ത പിള്ളേരിപ്പുണ്ടോ? കൈവക്കണ്ട. ബോധം വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ബോധം വന്നപ്പോൾ അവൻ ആദ്യം പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. രണ്ടാമത് അവൻ പറഞ്ഞു, നാട്ടിൽ കൊണ്ടുപോയി ബോബൻ പാസ്റ്റർ തന്നെ എന്നെ സ്നാനപ്പെടുത്തണം. ഞാൻ മറക്കാത്തൊരു സംഭവം. അതിനെ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പഠിക്കാനിരിക്കുമ്പം അശ്രദ്ധ വരുന്നെങ്കിൽ, ഡൈവേർട്ട് ചെയ്തു പോന്നെങ്കിൽ, പ്രതീക്ഷിച്ച സ്വപ്നങ്ങളിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ, ഈ രാത്രി മുട്ടുമേലിരുന്നോ. അതിൻ്റെ പിന്നിലെ ചില ശക്തികളെ ദൈവം ഓടിക്കാൻ പോകുകയാ. ചില കമ്പുകളെ ദൈവം ഓടിക്കാൻ പോകുകയാ. ചില കൊമ്പുകളെ ദൈവം ഓടിക്കാൻ പോകുകയാ. ചില തലകളെ ദൈവം തകർക്കാൻ പോകുകയാ. ചിലതിനെ തീരിട്ട് ചുടാൻ പോകുകയാ. വിശ്വാസത്തെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചോ? കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചു, യുവാക്കൾ യുവതികൾ പ്രാർത്ഥിച്ചോ? ചില വഴി തുറന്നേ വന്നു. നിന്നെ നോക്കിയിരിക്കുന്ന അപ്പനും അമ്മയും, നിന്നെ നോക്കിയിരിക്കുന്ന മാതാപിതാക്കളുടെ സ്വപ്നമാ നീ സ്വപ്നമാ, അവരെ പ്രതീക്ഷയാ. നീ പാതി വഴി വെച്ച് ഉടഞ്ഞു പോകാൻ ഉള്ളതല്ല. ഈ രാത്രി ബലമേറ്റെടുത്തു. നീ നിസ്സാരപ്പെട്ടവനല്ല. നീ നിസ്സാരമല്ല. ദൈവത്തിന് തീക്കൊള്ളിയായിട്ട് ഉപയോഗിക്കാനുള്ളതാ. രാവിലെ ഞാൻ വന്നപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് തന്നെ കൈവച്ചു. പാസ്റ്റർ സ്നാനത്തിൻ്റെ ആരൊക്കെ സ്നാനപ്പെടാനുണ്ടല്ലേ, അതിന് പഠിക്കാനായിട്ടൊരു നോട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാനിനി അത് കോപ്പി അടിക്കും. ഞാൻ പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. ഞാൻ നോക്കി പഠിപ്പിച്ച് വിടാതെ ഒരു നോട്ട് കൊടുക്കുക. ഞാൻ പഠിപ്പിച്ച് 2-3 ദിവസം ഞാൻ അതെല്ലാം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആത്മീയ വളർച്ച എത്രമാത്രം ദൈവദാസൻ ആഗ്രഹിക്കുന്നുണ്ട്. 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ കറഞ്ഞിടക്കുന്ന സ്നാനത്തിൽ ഇതുവരെ തീരുമാനിക്കാത്ത ചിലരെയും കൂടെ ദൈവം എഴുന്നേൽപ്പിക്കും. ഇത്രയും സ്തോത്രം പോരാ, ശക്തിയുടെ ഹല്ലേലൂയ പറ.
ചിലരും കൂടെ വന്ന് മുന്നോട്ട് പറയും, എനിക്ക് സ്നാനപ്പെടണമെന്ന് പറയും. ബോധമണ്ഡലങ്ങളെ ബന്ധിച്ചിരിക്കുന്ന പൈശാചികത്തെ ശക്തികളെ ഈ രാത്രിയിൽ അഭിഷേകത്തോടെ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. ഹോളി സ്പിരിറ്റ്, ഹോളി ഫയർ, ഹോളി പവർ, തീയിറങ്ങട്ടെ, 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 തീയിറങ്ങട്ടെ. ചില ചാമ്പലാകട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതല, വിടുതല, വിടുതല. ഒരു വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ഒരു അമ്മാമ പറയാം, പ്രാർത്ഥിക്കണം, ചെറുക്കിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചന്ദ്രാ, അവൻ സഭയിൽ വന്നാൽ കൈയടിക്കുന്നില്ല, നമുക്ക് സഭയിൽ വന്നാൽ പാട്ട് പാടുന്നില്ല, അവൻ അശ്രദ്ധയായിട്ടാണ് ഇരിക്കുന്നത്, അവന് വേണ്ടി പഠിക്കാം. പ്ലസ് വണ്ണിനാണ് പഠിക്കാറായി. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ അന്നൊരു വാക്കി പ്രാർത്ഥിച്ചിട്ട് സഭയിൽ ചെന്നു. ഞാൻ ആദ്യം നോക്കി അവനെ അപ്പൻ്റെ, എനിക്ക് അങ്ങനെ ചില കുഴപ്പമുണ്ട്. അവൻ കൈയടിക്കുന്നല്ല നോക്കി അപ്പനെ, അപ്പ ഇരുന്ന് തേക്കിയ. പിന്നെ നിന്റെ മോൻ എന്താ വരെ മക്കള് പറ, മത്തം കുത്തിയാൽ അവക്കാട മുളയ്ക്കുമോ? ആദ്യം ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു, അടിയച്ചാ കയ്യെന്ന് പറഞ്ഞു. ചെറുക്കിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞേച്ച് അമ്മാമ്മ ഇരുന്നിട്ട് താഴ്ത്തി സമർപ്പിക്കുന്നു, താഴ്ത്തി സമർപ്പിക്കുന്നു, താഴ്ത്തി താഴ്ത്തി തല വരെ ഇടിക്കാറായി. എന്നിട്ട് ചെറുക്കൻ അമ്മാവിൽ ശക്തിയോടെ, ശക്തിയോടെ. ആദ്യം നിങ്ങൾ അങ്ങ് നന്നാവോ. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് തലമുറകൾക്ക് വേണ്ടി ഉപവസിക്കുന്ന അത്ര പേരുണ്ട് ഇതിനകത്ത്. ദൈവം ചില നന്മകളെ ദൈവം കാണിക്കാൻ പോകുകയാണ്. വിശ്വാസത്തോടെ, ശക്തിയോടെ ഹല്ലേലൂയ പറ. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, അണലി കയറി കടിച്ചെന്നേ. ആരെയാ? പൗലോസിനെ. ആരെ കടിച്ചേ? പറഞ്ഞേ, പൗലോസിനെ. രക്ഷപ്പെട്ടത് പൗലോസ് മാത്രമാണോ? അല്ല. നോക്കിക്കേ, ആ ദ്വീപവാസികൾ തീ കൂട്ടിക്കൊടുത്തു, തീ കൂട്ടിക്കൊടുത്തു. എന്നെ ശ്രദ്ധിച്ച് സഭ കേൾക്കണേ. തീ കൂട്ടിയതും വെള്ളത്തിൽ നിന്ന് കയറിയല്ലയോ, എല്ലാം കൂടെ വട്ടത്തിയിരുന്ന് തീ കായാൻ തുടങ്ങി. ഞാൻ ഒരുത്തരിൽ മാത്രം കണ്ട പ്രത്യേകത, അവൻ വിറക്ക് പൊറുക്കി ഇട്ടുകൊണ്ടിരുന്നു. ബാക്കിയെല്ലാം ആരോ കത്തിച്ച, വല്ലവനും കത്തിച്ച തീയുടെ സൈഡിലിരുന്ന് തണുപ്പ് മാറ്റി പോകുമ്പോൾ ഒരുത്തൻ മാത്രം തീക്ക് വിറകിട്ട് കൊടുത്തോണ്ടിരുന്നു. ഈ രാത്രി നിങ്ങൾ ചോദ്യം, പൗലോസേ നീ എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങനെ ഈ പ്രക്രിയ ചെയ്യുന്നേ? അവൻ പറയും, വിറക്ക് പുറക്കിയിട്ടില്ലെങ്കിൽ ഈ തീ അണയും. എന്തിനാ വിറക് പുറക്കിയിടുന്നറിയാമോ? തീ അണയാതെ നിന്ന് കത്താനാ. ഈ രാത്രി സഭയ്ക്ക് ആവശ്യം വല്ലവനും പാടി തുടങ്ങിയതിനു ശേഷം, വല്ലവനും സ്തോത്രം ചെയ്തതിനു ശേഷം, വല്ലവനും കസരയിട്ടതിനു ശേഷം അതിനെ മൂലയ്ക്ക് വന്നിരുന്ന് ചൂട് കൊണ്ടുപോകുന്നവനെ അല്ല. ഈ സഭയിലെ തീ അണയരുത്, ഈ സഭയിലെ തീ അണയരുത്. ഇതിനകത്ത് ആത്മീകത നിന്നു പോകരുതെന്ന് പറഞ്ഞ് ഞാനുണ്ട് ദൈവദാസ, ഞാനുണ്ട് ആത്മീക വേലയ്ക്ക് എന്ന് പറയുന്ന മുൻപിൽ നിൽക്കുന്ന വിറക് പുറക്കിയിടാൻ പ്രാപ്തിയുള്ള ദൈവാത്മാവ് ഈ രാത്രി വിളിക്കുകയാ, നീ പുറത്തു വരട്ടെ. ഹോളി സ്പിരിറ്റ്, ഓ വിറക് പുറക്കിട, തീ അണയാതിരിക്കാൻ, നിന്ന് കത്താൻ, നിന്ന് കത്താൻ, അണയാതെ കത്താൻ വില കൊടുക്കാൻ തയ്യാറുള്ള ആത്മീക കാഴ്ചപ്പാടുള്ളവർ സഭയിൽ എഴുന്നേൽക്കട്ടെ. പിന്നെ ആ ഭൂതത്തെ കെട്ടിക്കൊണ്ടാ പള്ളി വരുന്നത്. എന്നിട്ട് പറയും പിശാച് എന്നെ തൊട്ടു. നിന്നെ തൊട്ടേതല്ല, നീ കയറി അങ്ങോട്ട് തിന്നയാ. പോകുന്ന വഴിക്കുള്ള മുഴുവൻ പിശാചിനെ ശാസിക്കുക, തുപ്പുന്നു. ഒരിക്കൽ പരിശോധന പറയാൻ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒത്തിരിയും ദൈവങ്ങൾ ഇരിക്കുന്നു. ചിലർക്ക് അത് കണ്ട പുറകിൽ നിന്നൊരു അമ്മാമ്മ അന്നേരം മുതൽ ശാസിക്കുന്നു. ഞാൻ പറഞ്ഞു, മാറി നിന്ന് തുപ്പ്, മനുഷ്യന്റെ പുറം പത്ത്. ഈ സാന്നിധ്യമൊന്നും പിശാചി നോക്കുന്ന പോലും ഇല്ല. നിങ്ങൾ വിഷമിക്കണ്ട. കൈയടിക്കാത്ത, പാടാത്ത, വാ തുറക്കാത്ത, ഇത്രയും പ്രസംഗം കേട്ടിട്ട് ഒരു ആമയും പറയാത്ത നിന്നെ ഒരു പിശാചിനും വേണ്ടായേ. വിറക് ഉറക്കെടുത്ത് കൈ കയറി കടിച്ചു. ഇനി അവന്റെ മുഖത്തേക്ക് നോക്കിയേ. ഞാനൊരു സുവിശേഷകനല്ലയോ, ഞാൻ പൗലോസിന്റെ മുഖത്ത് നോക്കി. നമ്മളെങ്ങാനും ആണെങ്കിലോ അണലി കയറി കടിച്ചാൽ അയ്യോ, അണലി കടിച്ചേ നാട്ടുകാരെ പഞ്ചായത്തിൽ നിന്ന് മൊത്തം വിളിച്ചു കൂട്ടിയാണ്. പുള്ളി നോക്കി,
ഒന്ന് കുടഞ്ഞു, തീയിൽ കളഞ്ഞു. മുഖത്തൊരു ഭാവമാറ്റവും ഇല്ല. എൻ്റെ ചോദ്യം, പൗലോസേ, ചുറ്റും നിൽക്കുന്നവർ പറയുന്ന വല്ലതും കേൾക്കുന്നോ? ആ ഉവ്വ, എന്നെ അവർ പറഞ്ഞ അവിടെ എഴുതിയിട്ടുണ്ട്. വീട്ടിൽ പോയി വായിച്ചാൽ കുനിയാതെ ഇങ്ങോട്ട് നോക്കിയിരി. ചോടോ എന്തേലും പറഞ്ഞാൽ അപ്പോൾ കുനിയോട്. വീട്ടിൽ പോയി വായിച്ചൂടാ, ബൈബിള് പാർസ് പിടിച്ചിവിടെ വെക്കുകയാന്നോ? വല്ലപ്പോഴും തുറന്നു നോക്ക്. ചുറ്റും നിൽക്കുന്നവരെ ഇച്ചിരി മുമ്പ് നല്ലത് പറഞ്ഞ ഇപ്പൊ അവര് പറയാ ഇവൻ ആള് ശരിയല്ല. ഇവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി ഇവനെ വെറുതെ വിട്ടില്ല. അടുത്ത വരി, കുലപാതകൻ, ഇവൻ കൊന്നേച്ച് വരികയാണ്. ഇവരാരെങ്കിലും കണ്ടോ? ചില പെന്തിക്കോസ്കാർ ചില കഥ പറയുന്ന കേട്ടാൽ നമ്മൾ വിചാരിക്കും ഇവർ കണ്ടയാണ്. എന്നാൽ ഒരാൾ എന്നോട് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ കണ്ടോ? ഇല്ല. പിന്നെ എവിടെ നിന്ന് കിട്ടി? ഇല്ല, അമ്മാമ്മ പറഞ്ഞു. ആ അമ്മാമ്മയോട് ഞാൻ ചോദിച്ചു, കണ്ടോ? എവിടോ തൊഴിലിരിപ്പിന് പോയപ്പം കിട്ടിയതാ. ഈ വരമ്പ് ചെണ്ടാൻ പോകത്തില്ലേ, അവിടെ ഇരുന്ന് വാർത്ത ഇങ്ങനെ ചിരണ്ടി ചെന്നപ്പം മറ്റേ അമ്മാമ്മ ഇതും കൊണ്ടങ്ങ് പോയാ. പൗലോസ് കൊന്നോ? ഇല്ല, വെറുതെ പറഞ്ഞ് പരുത്തിയ. കൊന്നേന്ന ഇത് കടിച്ചേന്ന്. നമ്മൾ പറയത്തില്ല അവിടെ കാല് തട്ടി ഒടിഞ്ഞത് അവള് പ്രാർത്ഥിക്കാത്തോണ്ടാ. അവൾക്ക് ഉപാസില്ല. നീ പറയുന്നൊക്കെ എന്തോ പ്രാർത്ഥനയാണെന്നറിയാമോ? വീട്ടിൽ ചെന്നാൽ 6 മണി മുതൽ 11 മണി വരെ മുഴുവൻ സീരിയലും തിന്ന തീർത്തേച്ച ചർച്ച വന്നിരിക്കുന്നത്. എന്നിട്ട് ആ ഉറക്കം കൂടെ ഞായറാഴ്ച ഇരുന്ന്. ഒരു ദിവസം ഒരു അമ്മാമ്മ നമ്മുടെ ദൈവദാസനെ നമ്മൾ കഷ്ടപ്പെട്ട് ഒരു കണക്കുകൂട്ടലില്ല കത്രമേശയ്ക്ക് ബ്രെഡ് മേടിക്കുന്നത്. നമുക്കൊരു കണക്കുകൂട്ടലുണ്ട്, അച്ഛൻ ഇച്ചിരി എടുക്കത്തുള്ളൂ, ഇല്ല അമ്മാമ്മ ഇച്ചിരി എടുക്കത്തുള്ളൂ. ഒരമ്മാമ്മ ഉറങ്ങിക്കൊണ്ടിരുന്നിട്ട് ചെന്നപ്പം അങ്ങ് എടുത്തന്നേ. ഇതെല്ലാം കൊടുത്തും തീർത്തിട്ട് അവസാനം ഇത് കൈ പിടിച്ചിട്ട് പറയാൻ വേണം, ദൈവമക്കളെ മേശമേലെ അപ്പവീഞ്ഞുകളുടെ ശേഷിപ്പുകൾ വല്ലതും വേണ്ട ഉണ്ടെങ്കിലല്ലയോ എനിക്കത് പറയാൻ പറ്റൂ. ഇത് എടുത്ത് ചുമ്മാ തിന്നിയാന്നേ. അതിന് ശേഷമാണ് ഞങ്ങൾ ഉപദേശിമാര് തപ്പിപ്പിടിക്കുന്നത്. കണ്ടിട്ടില്ലേ? നിങ്ങൾ വലിക്കും, ഞങ്ങൾ തരത്തില്ല. ചിലര് വിരലിന്റെ ഇടയിൽ കൂടെ വലിക്കും, ഞങ്ങൾ വീണ്ടും അമർത്തി പിടിക്കും. ചിലർ ഉച്ചയ്ക്ക് അങ്ങ് വിശക്കും 12 മണിയാകുമ്പോ നമ്മുടെ ബ്രെഡ് എടുത്ത് തിന്നാനായിട്ടിരിക്കുക, ഞങ്ങൾ തരത്തില്ല, തപ്പിപ്പിടിക്കും. കാര്യം ഞങ്ങൾക്ക് അവസാനം ഇത് പറയണ്ടേ. ഇരുന്ന് ഉറങ്ങിയ മൊത്തം ഇങ്ങനെ ആവശ്യമില്ലാത്ത പറയും. കൊന്നേച്ചാ വന്നേ. അങ്ങനെ ആ ചെറുക്കൻ തിരിച്ചു വന്നപ്പം അകത്ത് അപ്പം കെറ്റി ഉടുപ്പും കൊടുത്തു, മോതിരം കൊടുത്തപ്പോ അവൻ തിരിച്ചു വന്നപ്പം പാട്ടും പരിപാടിയും കണ്ടപ്പോൾ അവൻ വെളിയിൽ നിൽക്കുക. അപ്പം പറഞ്ഞു, വാടാ കേറാ, വാടാ, വരത്തില്ല. എന്താ ഇതുവരെ എനിക്കൊരു പശുവിനെ തന്നോ, എനിക്കൊരു ആഘോഷിക്കാൻ തന്നോ? ഇല്ല. ഈ നിന്റെ മകൻ നിന്റെ സമ്പത്ത് മൊത്തം അപകരിച്ച് അന്യദേശത്ത് പോയി നിന്റെ സമ്പത്ത് മൊത്തം വ്യഭിചാരികളൂടെ നശിപ്പിച്ചു. ഇവൻ കണ്ടായിരുന്നു. അന്ന് വാട്സപ്പ് ഉണ്ടായിരുന്നു, അന്ന് യൂട്യൂബിൽ വന്നായിരുന്നോ, 24-ൽ വാർത്ത വന്നോ? ഇല്ല. ഊഹിച്ചങ്ങ് പറയാ. ഊഹിച്ചു പറയുന്നതെല്ലാം നിർത്തിക്കോ. കൃപ പ്രാപിച്ച ദൈവമക്കളുടെ വാക്ക് അതിനെ ചലിപ്പിക്കാനുള്ളതല്ല. നീ കാണാത്തത്, നിനക്കറിയാത്തത് പറയുന്ന നിർത്ത്. അന്യഭാഷ പറയുന്ന വാക്കുകൊണ്ട് നീ അത് നിർത്ത്. പൗലോസേ, നീ എന്താ ഇത്ര ചങ്കുറ്റത്തോടെ നിൽക്കുന്നേ? വിഷയത്തിലേക്ക് വാ. പൗലോസേ, നീ ചുറ്റും പറയുന്ന കേൾക്കുന്നുണ്ടോ? ചുറ്റും അങ്ങനെ പലരും പറയും. കൃപ പ്രാപിച്ചാൽ അതൊന്നും കേട്ടിട്ട് മുഖം വാടത്തില്ല. ഹലോ, ശരി. ആൾക്കാർ ചില ഞായറാഴ്ച സാക്ഷ്യം പറയത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, കൈയടിക്കത്തില്ല. ഇരിക്കുന്ന കണ്ടാലേ അറിയാം ആരോ എന്തോ പറഞ്ഞു, അവരത് പറഞ്ഞു. എന്റെ ചോദ്യം, നിന്നെ വിളിച്ചത് അവരാന്നോ? ഹലോ, നിന്റെ അനുഗ്രഹം വല്ലവന്റെ വായിലാണോ ഇരിക്കുന്നേ? നിന്റെ പാട്ട് വല്ലവന്റെ അതിരത്തിലാണോ ഇരിക്കുന്നേ? വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് ആരെന്തൊക്കെ കുത്തുവാക്ക് പറഞ്ഞോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ഒരു പാസ്റ്ററായോണ്ട് ഞാൻ അതിന് എടുത്തു. ചുറ്റുമുള്ളവർ എന്തും പറഞ്ഞോട്ട് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും നമ്മുടെ വിഷയമല്ല. പുകഴ്ത്തി പറയുന്നത് ഓശാന പാടിയവരെന്നെ ക്രൂശിക്കാൻ പറയും. ലക്ഷ്യമേ അല്ല. അവൻ അതൊന്നും കേവനിക്കുന്നില്ല, ഇതിനെ കുടഞ്ഞു കളഞ്ഞു. നീ എന്താ പേടിക്കാത്തെ? ചാകും, വീർക്കും, വീഴും, ചത്ത് വീർത്തു വീഴും, ചത്തു വീർത്തു വീഴും. എല്ലാവരും ഒരുപോലെ കോറസ് പോലെ പഴയ. പക്ഷെ അവന്റെ മുഖത്ത് പേടിയില്ല. അവനോട് ചോദിച്ചാൽ പറയും, നിങ്ങൾക്കറിയാത്തൊരു അധ്യായമുണ്ട്, നിങ്ങൾ വായിക്കാത്തൊരു അധ്യായമുണ്ട്, നിങ്ങൾ കേൾക്കാത്തൊരു ശബ്ദമുണ്ട്. 28 മുമ്പ് 27 അധ്യായമുണ്ട്. അതിനകത്തൊരു വരിയുണ്ട്. ഒരു രാത്രിയിൽ എൻ്റെ അടുക്കൽ ദൂതൻ വന്നിട്ട് പറഞ്ഞു, ഹലോ പൗലോസേ, എഴുന്നേക്ക്. നീ യെരൂശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ കൈസരുടെ മുമ്പിൽ റോമിലും എന്നെ സാക്ഷീകരിക്കുന്നതാകണു. യെരൂശലേമിൽ എന്നെ ഉയർത്തിയതുപോലെ റോമിലും എന്നെ ഉയർത്തണം.
പറഞ്ഞതാകുന്നു, റോമിൽ എത്തുന്നതിന് മുമ്പ് മെലീത്തെ വെച്ച് ഏത് അണലി നിന്നെ കടിച്ചാലും, വാഗ്ദത്തം ലഭിക്കുന്നതിന് മുമ്പ്, നന്മ ലഭിക്കുന്നതിന് മുമ്പ്, ദൂത് പൂർത്തിയാകുന്നതിന് മുമ്പ് പാതി വഴി നിന്നെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഓ ഓ ഓ ഓ ഓ ഏറ്റെടുത്തോ, ഏറ്റെടുത്തോ, ഏറ്റെടുത്തോ. ദൂത് നിവർത്തിയാകുന്നതിന് മുമ്പ് മെലീത്തക്കകത്ത് തീരാനല്ല ദൈവം നിന്നെ വിളിച്ചത്. യെരൂശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമിൽ നീ എനിക്ക് വേണ്ടി സാക്ഷിയാകേണ്ടതാ. ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല, ദൗത്യം തീർന്നിട്ടില്ല, വാഗ്ദത്തം കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പേ ഒരു വാക്കിനും ഒരു ശക്തിക്കും ഒരു ആഭിചാരത്തിനും നിന്നെ തകർത്ത് കളയാൻ കഴിയില്ല. ഏറ്റെടുത്തോ, 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 ഏറ്റെടുത്തോ. ആത്മാവിന്റെ വചന വെളിപ്പാട് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യേശു പറഞ്ഞു, ഇവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് നമുക്ക് അപ്പുറത്ത് പോവാം. അങ്ങോട്ട് പോയി യേശു അമരത്ത് തലയണം വെച്ച്. എല്ലാവർക്കും അറിയാവുന്ന സംഭവം. യേശു വല്ലാതെ ഒന്ന് ഉറങ്ങി. അങ്ങനെ വായിക്കുന്നത് എൻ്റെ വീടിനടുത്ത് കായലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു പശ്ചാത്തലം എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്കിച്ചിരി വിശ്വാസത്തിന് ആ കാര്യത്തിൽ കുറച്ചും കൂടെ എനിക്കൊരു മാറ്റച്ചിന്ത വന്നിട്ടുണ്ട്. ഈ കാഴ്ചക്കാരനായ സുവിശേഷകന്റെ വരമൊഴിയിൽ അവൻ തലയണ വെച്ച് ഉറങ്ങിയാന്ന് പറഞ്ഞാലും ഞാൻ ഈ രാത്രി പറയുന്നു, വെള്ളം അടിച്ചു കയറുന്ന, കാറ്റ് മറിക്കാൻ തോന്നുന്ന, വെള്ളം തെറിച്ചു വീഴുന്ന ഒരു പടകിന്റെ അമരത്ത് കിടന്ന് ആർക്കാ പോയി ഉറങ്ങാൻ പറ്റുന്നേ? അവൻ ഉറങ്ങുന്നെന്ന് നിനക്ക് ചില പ്രതിസന്ധിയുടെ നടുവിൽ തോന്നിയാലും അവൻ ഇതെല്ലാം അറിയുന്നുണ്ട്. എൻ്റെ യേശു എല്ലാം അറിയുന്നുണ്ട്. എൻ്റെ കർത്താവ് ഇതെല്ലാം അറിയുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചേ, ആവോളം തണ്ടു വലിച്ചു. പറ്റാതെ വന്നപ്പോൾ അവർ വന്ന് യേശുവിനെ കുലുക്കി വിളിച്ചു. അവിടെ ഒരു പദം പറഞ്ഞു, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അതെങ്ങനെയാണ് തീരുന്നത്? യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം. യേശു ഒരു വാക്ക് തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ, വാക്യം ചോദിക്കരുത് എൻ്റെ ഭാവന, പറഞ്ഞിരുന്നെങ്കിൽ യേശു എന്തു പറഞ്ഞേനം? പറഞ്ഞിരുന്നെങ്കിൽ പലയിടത്തും യേശു ഓരോ അവിശ്വാസികളെന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞേനം, യാക്കോബേ, പത്രോസേ, അന്ത്രയോസേ, യോഹന്നാനെ, എന്നാ ഇപ്പൊ നീ പറഞ്ഞേ? നശിച്ചു പോകുന്നതിൽ എനിക്ക് വിചാരമില്ലയോന്നോ? എന്താ നിങ്ങൾ ഈ പറയുന്നേ? ഞാൻ അക്കരെ നിന്നപ്പോൾ നിങ്ങളോട് എന്തുവാ പറഞ്ഞേ? ആ കരയിൽ നിന്ന് വള്ളം തള്ളി പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്തുവാ പറഞ്ഞേ? വല്ല ഓർമ്മയുണ്ടോ? അവിടെ വെച്ച് ഞാൻ പറഞ്ഞ ദൂത് അക്കരയ്ക്ക് പോകാവുന്നല്ലയോ, അല്ലാതെ നടുകടലിൽ ചാകാവുന്നല്ലോ. അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞെങ്കിൽ, അക്കരെ കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞെങ്കിൽ, എത്ര കാറ്റേറിയാലും പടക് മുങ്ങുമെന്ന് തോന്നിയാലും ഈ രാത്രി വിശ്വസിച്ചോ, മറുകര കാണിക്കാൻ ശക്തനായവൻ ഈ രാത്രിയിലും നിന്റെ പടകിലുണ്ടെങ്കിൽ നിന്റെ പടകിനെ മുക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. വിശ്വസിക്കുന്നവർ ദൈവത്തിനെ ആരാധിച്ചു തുടങ്ങട്ടെ. പാതി വഴി നിന്നെ തകർത്ത് കളയാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. വാഗ്ദത്തം കാണുന്നതിന് മുമ്പേ, മറുകര കാണുന്നതിന് മുമ്പേ, യെരൂശലേമിൽ എന്നെ സാക്ഷീകരിച്ചവൻ റോമിലെ കൈസറിന് മുമ്പിലും എന്നെ സാക്ഷീകരിക്കുന്നതിന് മുമ്പേ മെലീത്തയുടെ കൊച്ചുദ്വീപിൽ ഒടുങ്ങിത്തീരാനുള്ളതല്ല പൗലോസേ നിന്റെ ദർശനം. ഈ രാത്രി ഈ സഭയോട് ദൂത് പറയുന്നു, വാഗ്ദത്തം നിവർത്തീകരിക്കാൻ പോകുന്ന വർഷമാ. ദൈവം ചില പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുന്ന വർഷമാ. ചില കുടുംബത്തോട് ദൈവാത്മാവ് തട്ടി ഉണർത്തി ദൂത് പറയുന്നു, അത് കാണുന്നതിന് മുമ്പേ നിന്നെ ഒടുക്കി കളയുവാൻ, നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ഒരു ശക്തിക്കും പ്രാപ്തിയില്ല. പെന്തിക്കോസ്ത് കോളത്തിന്റെ ഏറ്റവും വലിയ പരാജയം എന്തോന്നറിയാമോ? വിറക് പൊറുക്കിയിടാൻ ആളില്ല, അഭിപ്രായം പറയാൻ ആളുണ്ട്. ഹലോ, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണേ. പാട്ട് പോരായിരുന്നു, പ്രസംഗം ഒത്തില്ല, ട്രമ്മടിച്ചത് അങ്ങോട്ട് വന്നില്ല, ഇന്നത്തെ ആരാധന വലിയ ശക്തിയില്ലായിരുന്നു. നിന്റെ കുഴപ്പം കൊണ്ടാ.
ചിലത് വരുന്ന കാണുമ്പോഴേ അറിയാം വീട്ടിൽ അടി ഉണ്ടാക്കിയിട്ട് വരുന്നതാണ്. സഭായോഗത്തിന് ബസ് കയറാൻ നിൽക്കുന്ന അച്ഛനെ അമ്മാമയെ ശ്രദ്ധിച്ചാൽ മതി. ഒരാൾ അപ്പുറത്തെ തൂണിലും ഒരാൾ ഇപ്പുറത്തെ തൂണിലും. ഈ സാധനത്തെ കൊണ്ട് എന്തോ തീ കത്തിക്കാൻ? പിണങ്ങിയാലും എന്നെ സൂക്ഷിച്ചു നോക്കല്ലേ, എനിക്ക് നിങ്ങളെ പേടിയാ. ഞാൻ എൻ്റെ ചർച്ചയിൽ പറയുന്നത്, പെന്തിക്കോസാർക്ക് ഈ നോവുന്നത്, വചനം പ്രസംഗിക്കുന്ന നൊന്താ ഭയങ്കര വിഷമാണ്. പെന്തിക്കോസിൽ മാത്രം. ഞാൻ മർത്തോമക്കാരുടെ പ്രസംഗിക്കാൻ പോകുന്നുണ്ട്, യാക്കോബക്കാരുടെ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് തന്നെ പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ട്. എല്ലാവരും കൂടിയ യോഗങ്ങളിൽ പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഒരിടത്ത് ഇന്നവരെ കേൾക്കാത്ത ഒരു സാധനം പെന്തിക്കോസാരുടെയിലാണ് കേട്ടിട്ടുള്ളത്. എന്നെ കുത്തിയിട്ട് ഈ ഇരിപ്പാണെങ്കിൽ ഇല്ലെങ്കിൽ എന്തോ ആയേന്. വചനം എന്തുവാന്ന് ചോദിച്ചാൽ പറയും വാളാന്ന് പറയും. വാള് വെച്ച് പിന്നെ എന്നാ ചെയ്യാനാ? പത്തനാപുരത്ത് വന്നപ്പോഴാണ് ഞാനൊരു കാഴ്ച കണ്ട്. തിരുവനന്തപുരത്തുണ്ടോന്ന് അറിയാം. പത്തനാപുരത്ത് കൃഷി സ്ഥലമാണ്. അവിടെ കപ്പ കൃഷിയുണ്ട്. കപ്പ കൃഷി വരുമ്പോഴത്തേക്ക് കപ്പ ഉണക്കും. കപ്പ പറിച്ചിട്ടിട്ട് അമ്മാമ്മമാരുന്ന് അരിയുന്ന കാണണം. 4-5 അമ്മാമ്മമാരിരുന്നിട്ടില്ല പനമ്പായിലോട്ട്. ഇപ്പം അതുണ്ടോയെന്ന് എനിക്കറിയാം, പണ്ട് കണ്ടിട്ടുണ്ട്. നിന്നങ്ങ് അരിയും, എന്നിട്ട് വർത്താനം പറയും. എന്നിട്ട് ആ സീരിയലിനകത്ത് അവൻ കാറിടിക്കാൻ വന്നിട്ട് അരിഞ്ഞ സ്പീഡ് കാണാം. അരിഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരമ്മാമ്മയുടെ മുതുകിൽ കൊതു കടിക്കും. ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മാമ്മ ഇത് പതുക്കെ എന്നാ ഇങ്ങനെ അങ്ങ് അറിയാന്ന്. ഇവിടെ പലരെയും നമ്മൾ സൂചിപ്പിക്കണം. അമ്മാമ്മ സൂപ്പറാ, അച്ചായൻ അടിപൊളിയാ. അതിനപ്പുറം വന്നാൽ നോക്കി പേടിപ്പിക്കും. പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, ആരാണ്ട് ഉണ്ടല്ലോ. വെറുതെ ഇതെല്ലാം ഞാൻ ഇവിടത്തേക്ക് പറയുന്നതാ. ചില ഉപദേശന്മാരെല്ലാം പറഞ്ഞിട്ട് പറയും ഇവിടെ ഉള്ളവരെ കുറിച്ചല്ല, കോഴഞ്ചേരിക്കാരെ കുറിച്ചാണ്. എന്നാൽ കോഴഞ്ചേരി പോയി ഇയാൾ പറഞ്ഞാൽ പോരെ. ഈ കള്ളന്മാരിങ്ങനെ പറയരുത്. ഇതെല്ലാം ഇവിടുത്തുകാരെ. ഇതിനകത്ത് ഉണ്ട് സാധനങ്ങൾ. വീട്ടിൽ ചെന്നിട്ട് അങ്ങോട്ട് വിളിക്കുക, ഇങ്ങോട്ട് വിളിക്കുക, മെസ്സേജ് അയക്കുക. ഒരു വിറക് കഷ്ണം എടുത്തിടത്തില്ല, ഒന്ന് നന്നായിട്ട് കൈയടിക്കത്തില്ല, ഒരു ദിവസം പ്രാർത്ഥിക്കത്തില്ല, സഭയ്ക്ക് വേണ്ടി ഉപവസിക്കത്തില്ല. അഭിപ്രായത്തിന് 1000 നാക്കാം. മിണ്ടിപ്പോകരുത്. സഭയ്ക്കകത്ത് ആരുടെ അഭിപ്രായം വേണ്ട, പരിഹാരം മതി. മാസയോഗം നടത്തണം. സഭായത്തിനിടയ്ക്ക് ഭാഷ ചോദിക്കും. അടുത്ത നവംബറിൽ നമ്മുടെ മാസയോഗമാണ്, അറിഞ്ഞു കാണുമല്ലോ. നിങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ട് മാസയോഗത്തിന് എന്ത് കൊടുക്കണം? ആരാധനയ്ക്ക് തൂക്കിത്തട്ടി അമ്മാമ്മ പറയും ചോറും കറിയും കാബേജ് തോരനും. അടുത്ത അച്ചാൻ അങ്ങ് ഉണർന്ന് ഫ്രൈഡ് റൈസ് മതി, അടുത്ത ആൾ ബിരിയാണി മതി, മീൻ മാത്രം പോലെ ഇറച്ചിയും കൂടെ വേണം. ഈ എന്തോരു ചർച്ചയാ! ഇതുപോലെ ഏതെങ്കിലും ഒരു ക്രിസ്തീയ സമൂഹത്തിന്റെ ആരാധനാലയത്തിൽ ചർച്ച നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? പിണങ്ങിയല്ല. എന്താ ഇത് ഗതി പിടിക്കാത്ത? ആവശ്യമില്ലാത്തതെല്ലാം അകത്ത് വേണം. ചിലതൊക്കെ സാക്ഷ്യത്തിന് എഴുന്നേറ്റ് എന്ന് പറയുന്നത് കേട്ടാൽ പിടിച്ചിരുത്താൻ തോന്നും. ദൈവം ചെയ്ത ഉപകാരങ്ങളോ പ്രാർത്ഥനാ വിഷയം പറയാൻ പറഞ്ഞ എഴുന്നേറ്റ് ഇന്ന് കോഴി വന്ന് എന്നെ കൊത്താൻ വന്നു. ഒരമ്മ പറയാ, ദൈവമേ കോഴി കൊത്തിയില്ലല്ലോ. പുനലൂര് ആണ്ടവസാനത്തിന്, ഞാൻ 10 മണിക്ക് നിർത്താം, വിഷമിക്കണ്ട. പുനലൂർ ആണ്ടവസാന യോഗത്തിന് സ്നേഹവിരുന്ന് കൊടുക്കാൻ വേണ്ടി ഒരു സഭയുടെ പേര് പറയുന്നില്ല, സഭ ഒരു ചർച്ചയ്ക്ക് പറഞ്ഞ് അഭിപ്രായം പറയാൻ പറഞ്ഞു. ഇതിനൊക്കെ എല്ലാം കൂടെ അങ്ങ് ഉണർന്ന്. ഒരാൾ പറഞ്ഞ് ചോറ് വെക്കുക, ഒരാൾ പറഞ്ഞ് ഫ്രൈഡ് റൈസ് വെക്കുക, ഒരാൾ പറഞ്ഞ് പൊറോട്ടയും ചിക്കനും സൂപ്പറാണ്, ഒരാൾ പറഞ്ഞ് ചിക്കനെക്കാട്ടി ബീഫാ അടിപൊളി എന്ന് പറഞ്ഞു. അങ്ങനെ ചർച്ച നീണ്ടു പോയിട്ട് അവസാനം എല്ലാവരും കൂടെ അവസാനത്തിൽ എത്തി നമുക്ക് ഫ്രൈഡ് റൈസ് വെക്കാം, അതാകുമ്പോൾ വലിയവരും കഴിക്കും പിള്ളേരും കഴിക്കും. അന്നേരം അതുവരെ മിണ്ടാതിരുന്നിട്ട് ഒരു അച്ഛൻ ഫ്രൈഡ് റൈസ് വേണ്ട. എല്ലാവരും കൂടെ ആരാ? ഞാൻ ഭാഷ ചോദിച്ചു, എന്നാ വേണ്ട എന്ന് പറഞ്ഞാ വേണ്ട. അതെന്താ വേണ്ട? അന്നേരം എന്തോ കുന്തോന്നും അറിയത്തില്ല. ഈ അച്ചാന്റെ കൂടെ നിൽക്കാൻ 3-4 കാണുമല്ലോ. അച്ചാൻ പറഞ്ഞ പോലെ വേണ്ട, എന്തോന്ന് അറിയത്തില്ല, വേണ്ട. അവസാനം 3 ആഴ്ചത്തേക്ക് പോലീസ് വന്ന് സഭാ ഹോള് പൂട്ടിയിട്ട് പോയി. ഇതാ കൃപ. അടിച്ച് പെരുക്കുന്നവണ്ടാ ഇതങ്ങ് സ്വർഗത്തിൽ കയറുമെന്നാ തോന്നുന്നത്. മൊത്തം അഭിനയം. മാനസാന്തരപ്പെട്ടോ. സഭയ്ക്കകത്ത് അഭിപ്രായം പറയുന്നതിന് വേണ്ട, പരിഹാരം പറഞ്ഞാ മതി. നിങ്ങൾ ഈ തിരുവനന്തപുരത്തിന് നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോകുമ്പോൾ കൊട്ടാരക്കരയ്ക്ക് അടുത്തൊരു സ്ഥലമുണ്ട്, വാളകം. കേട്ടിട്ടേ ഇല്ലേ?
എന്നാൽ പിന്നെ എന്നോടൊന്ന് അനുകൂലിക്ക്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് വിഷമം വരുന്നു. വാളകം ഉണ്ട്, അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ എൻ്റെ കൂടെ ഞാൻ കൊണ്ട് കാണിച്ചു തരാം. അവിടെ തിരുവോണത്തിന് ക്ലബ്ബുകാർ പായസം വെക്കണമെന്ന് തീരുമാനിച്ചു. തിരുവോണത്തിന് പായസം വെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അവർ ആലോചന യോഗം വിളിച്ചു. ക്ലബ്ബുകാരാണ്, പെന്തിക്കോസുകാരല്ലാത്തതുകൊണ്ട് സ്വോത്രം. ക്ലബ്ബ് പോലും കാണത്തില്ല. പിന്നെ അതാ രസം. അങ്ങനെ കാര്യാലോചന നടന്നു. 10 മണിക്ക് മീറ്റിംഗ് തുടങ്ങി. 11 12 1 മണിയായി. പയർ പായസം വെക്കാമെന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞ് കടലപ്പായസം വെക്കാമെന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞ് അടപ്പായസം നല്ലെന്ന് പറഞ്ഞു. വേറെ ആളൊന്ന് പാൽപ്പായസം നല്ലെന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞ് ബ്രഹ്മസലിയ നല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പായസത്തിൻ്റെ ലിസ്റ്റ് നീണ്ടുപോയി. 1:30 2 ഒരു അഭിപ്രായത്തിൽ എത്തിയില്ല. കൃത്യം 3 മണിയായപ്പം തീരുമാനമെത്തി, പായസം വേണ്ടാന്ന് വെച്ചു. ഇതല്ലേ നമ്മുടെ ഇടയിൽ നടക്കുന്നത്? സ്വോത്രം പറഞ്ഞാട്ടെ. ഒരു വിറക് പുറക്കിയിടാൻ ഒരു മനസ്സില്ല. ഇതിനകത്ത് കത്തി 21 ഇരിക്കാൻ ചിലർ തയ്യാറായത് കൊണ്ടാണ് ഈ 10 ദിവസം ഇവിടെ പ്രാർത്ഥന നടക്കുന്നത്. ഇതിന് പണം മുടക്കാൻ മനസ്സ് കാണിച്ചുകൊണ്ടാ ഇപ്പോഴും യോഗം മനോഹരമായി നടക്കുന്നത്. ഒരു വാക്ക് ഇത് എങ്ങനെ ആയെന്ന് ഇതുവരെ ചോദിക്കാത്തവർ, എന്തോ ആയി വാസേ, ബലമുണ്ടോ ദൈവദാസ, എല്ലാം അനുഗ്രഹമെന്ന് ചോദിക്കാത്ത നീ എന്ത് ഗുണമാ സഭയ്ക്കുള്ള? യേശുവിന്റെ നാമത്തിൽ വിറക് പൊറുക്കിയിടുന്നവരെ സഭയ്ക്ക് ആവശ്യമുണ്ട്. ഇന്ന് ഏതെങ്കിലും വീട്ടിൽ സന്ധ്യപ്രാർത്ഥന നടക്കുന്നെങ്കിൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. പ്രാർത്ഥനാ സമയം 7 7:30 ആവുമ്പോൾ ആ വീട്ടിൽ ആരോ ഒരാള് പായെടുക്കണം, പാട്ടുസ്തകം എടുക്ക്, ബൈബിൾ എടുക്ക്. പ്രാർത്ഥിക്കാൻ സമയമായില്ലയോ എന്ന് ചോദിക്കുന്ന ഒരാൾ ഇന്ന് ചത്തുപോകാത്തത് കൊണ്ടാ ആ വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നത്. ആ ഒരാൾ ഒടുങ്ങി തീർന്നാൽ ആ വീട്ടിന്റെ തീ അന്ന് അണയും. ഈ രാത്രി ചിലരും കൂടെ ഒന്ന് എഴുന്നേൽക്ക്. വീട്ടിലെ പ്രാർത്ഥന നടക്കേണ്ടതിന്, വീട്ടിൽ ആരാധന നടക്കേണ്ടതിന്, വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടക്കേണ്ടതിന്, വീട്ടിൽ സഭയുടെ മീറ്റിംഗ് നടക്കേണ്ടതിന് ഞങ്ങൾ ഉണ്ടെന്ന് പറയാ ആത്മവീര്യമുള്ള ചിലരും കൂടെ ഒന്ന് എഴുന്നേൽക്കട്ടെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ചുമ്മാ ഇരുന്ന ഒരുത്തിന് ഒരു കുഴപ്പമില്ലല്ലോ, വിറക് പുറക്കിയിട്ടോനല്ലേ കുഴപ്പം. അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ ഒരു തീരുമാനമെടുത്തു, ചുമ്മാ ഇരിക്കുക. ഒരിക്കൽ ആണ്ടവസാനത്തിന് ആരും തീരുമാനം പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു, എന്നെ ആരും തീരുമാനം പറയാത്ത? വർഷങ്ങൾക്ക് മുമ്പാ ബൈബിളിൽ വാക്യം ഉണ്ടെന്ന്, നേർന്നിട്ട് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത്. അവസാന വരി എടുത്ത്, നേരാതിരിക്കണമെന്നല്ല, നേർച്ച നേരുന്നവർക്കേ വിടുതലുള്ളൂ. അങ്ങനെ തന്നെ. വിറക് പുറക്കിയിടുന്നവനെ അണലി കടിച്ചെന്ന് പറഞ്ഞ സത്യ. പക്ഷേ ആ അണലിയുടെ അവസാനം ഒന്ന് നോക്കിക്കേ. മറ്റേ ആർക്കും ഒരു കുഴപ്പമില്ല. ചില ആൾക്കാർ വന്നിട്ട് പറയും, പാസ്റ്ററേ, പുനലൂരാന്നേ, പുനലൂർ കേൾക്കുന്ന ഭാഷയില്ല, ഇവിടെ നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചാൽ മതി. പാസ്റ്ററേ, ഈ ആഴ്ച മൊത്തം റബ്ബറിന് പാല് കുറവായിരുന്നു, പിശാചിന്റെ പോരാട്ടമാണ്. മുക്കിയിട്ട് പോലും ഇപ്പം ആഴ്ച 3 മുട്ടയെ കോഴി ഇടുന്നുള്ളൂ. പിശാചിന്റെ പോരാട്ടം. മുക്കിയിട്ടിട്ട് 3 മുട്ട കിട്ടിയുള്ളൂ. മറ്റേത് ആഴ്ച 8 മുട്ടയിടുന്ന കോഴിയായിരുന്നു. പിശാചിന്റെ പോരാട്ടമായിരുന്നു. പശു കാല് പൊക്കി പാല് പോയി, പിശാചിന്റെ പോരാട്ടമായിരുന്നു. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന വെച്ചാൽ കയറാത്ത, ബുധനാഴ്ച കയറാത്ത, കുടുംബത്തിൽ പ്രാർത്ഥന ഇല്ലാത്ത, ഞായറാഴ്ച സഭായത്തിന് 10:45 ആടിക്കൊഴിഞ്ഞ് വരുന്ന നിന്റെ പുറകെ ഏത് പിശാചാ വരുന്നത്? ഒരു പിശാചിനെ നിന്നെ വേണ്ട. പാവപ്പെട്ട പിശാചിനെ കുറെ നടക്കുന്നു. നിന്നെ ഒന്നും ചെയ്യണ്ട, നീ ഇങ്ങനെ അങ്ങ് പൊക്കോളും. പിശാചിന് നോട്ടം വിറക് ആരെങ്കിലും പുറക്കിടുന്നെങ്കിൽ അവന്റെ കൈ കടിക്കാനാ. പിശാചെ, നീ ഒരു കാര്യം ഓർത്തോ, വിറക് പുറക്കിടുന്നതിന്റെ കൈ കടിക്കുന്നതോടെ നിന്റെ അന്ത്യ. അതുകൊണ്ട് പള്ളി പ്രാർത്ഥനയ്ക്ക് വരാത്ത, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാത്ത, സഭയിൽ ആത്മാർത്ഥത്തോടെ നിൽക്കാത്ത, വിറക് പുറക്കിയിടാത്ത ആരെങ്കിലും ഇനി പിശാചിന്റെ കാര്യം പറയുന്നെങ്കിൽ ആ പാവപ്പെട്ടനെ വെറുതെ വിടാ, പുള്ളി അറിഞ്ഞിട്ട് പോലും ഇല്ല. പത്തനാപുരത്ത് ഒരു പാസ്റ്റർ ചെറുക്കനെ അടിച്ചു. അറഞ്ചം പുറഞ്ഞോ അടിച്ചു. അടി കൊണ്ട് ചെറുക്കൻ പുറത്തിറങ്ങി കരഞ്ഞു. മോളോട്ട് കെട്ടിയിട്ടില്ലാത്ത കിണറ്റിനകത്തോട്ട് കാലിട്ടുണ്ട്. അവിടെ ഇരുന്ന് കരഞ്ഞു കരഞ്ഞ് ഉറങ്ങിപ്പോയി.
അരിഞ്ഞാണം കെട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ മോളോട്ട് കെട്ടിട്ടില്ലാത്ത കിണറ്റിൽ കാല് വിട്ടുകൊണ്ട് ചെറുക്കരുന്ന് പിശാച് അന്നേരം അതുവഴി അടൂരോട്ട് പോവുകയായിരുന്നു. അന്നേരമാണ് ഇവിടെ ഒരു പത്തനാപുരത്ത് ചെറുക്കരുന്ന് കരുന്നത്. നോക്കിയപ്പം തലയും കുത്തി പോകാൻ പോയാ ഒറ്റയടി. എന്തിനാണെന്ന് കയറിപ്പോടാ വരയ്ക്കകത്ത്. നീ തലയും കുത്തി ഇതിനകത്ത് വീണ്ടും രാവിലെ ഞായറാഴ്ച നിന്റെ അപ്പം കയറി എന്ന് പറയും ഞാൻ തള്ളിയിട്ടാണ്. ഞാൻ അറിഞ്ഞ പോലും ഇല്ല. കയ്യിരിപ്പിന് ചിലതൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ട് അങ്ങോട്ട് ചെന്ന് ചിലത് മേടിക്കും. എവിടെങ്കിലും എന്തെങ്കിലും തിന്നാൻ കൊടുത്താ ഇതാ. വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്നവന്റെ മുഖം കണ്ടാൽ അറിയാം. അണലി കടിച്ചിട്ടും കുത്തുവാക്ക് കേട്ടിട്ടും അവന്റെ മുഖം വാടിയില്ല. ധൈര്യത്തോടെ അതിനെ കുടഞ്ഞ് തീയിൽ കളഞ്ഞു. പുറം മുഴുവൻ മുറിവ്, ദേഹം മുഴുവൻ ചതവ്, കൈയിലും കാലിലും ആമം, ചങ്ങലക്കിട്ട് ബന്ധിച്ചിരുന്നു. ഒന്ന് നുവർന്നു വിൽക്കാൻ വിശാലതയില്ലാത്ത കാരാഗ്രഹത്തിനടുത്ത് അടയ്ക്കപ്പെട്ട് ഇരുമ്പ് വാതിൽ കൊട്ടിയടച്ച് ബന്ധിച്ച് കാവലാളുകളെ കാവൽ നിർത്തി. പക്ഷെ അകത്തുനിന്ന് പുറത്തു വരുന്നത് പാട്ടിന്റെ ശബ്ദമാണ്. അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന സ്തുതി സ്തോത്രങ്ങളുടെ ശബ്ദമാണ്. പുറത്തു മുഴുവൻ മുറിവ, പുറത്തു മുഴുവൻ വേദനയാ, പുറത്തു മുഴുവൻ ചോര വാർന്നൊലിക്കുകയാ. പക്ഷെ പുറത്തേറ്റ മുറിവുകളൊന്നും ഭക്തന്റെ അകത്തെ ആത്മീയതയ്ക്ക് ഭംഗം വരുത്താൻ കഴിയുന്നതല്ല. അങ്ങനെ പാടിയവന്റെ മുമ്പാകെ പ്രത്യാശയോടെ മുഖഭാവത്തോടെ സന്തോഷത്തോടെ യാക്കോബ് പറയുന്നു, ദുഃഖമുള്ളവൻ പ്രാർത്ഥിക്കട്ടെ, സന്തോഷമുള്ളവൻ പാട്ടുപാടട്ടെ. സന്തോഷത്തോടെ പാടി സ്തുതിച്ചവന് മുമ്പാകെ കാരാഗ്രഹം കുലുങ്ങി, വാതിലുകൾ തുറന്നു. ഹലോ, എന്നെ ശ്രദ്ധിച്ച് കേട്ടെ. അവർ പുറത്തു വന്നു. എവിടുന്നാന്നറിയാമോ? കാരാഗ്രഹത്തിന് അടുത്തറ പറ കുലുങ്ങിയില്ലയോ? എപ്പോഴാ? പാടി ശ്രദ്ധിച്ചപ്പോൾ. പുറത്തെ മുറിവ് വകവയ്ക്കാതെ അകത്ത് ആത്മവീര്യത്തിൽ പാടി ശ്രദ്ധിച്ചപ്പോൾ കാരാഗ്രഹം കുലുങ്ങി, അടിത്തറകൾ ഇളകി. ശ്രദ്ധിച്ചേ. എന്നിട്ട് വാതിൽ തന്നെ തുറന്നു. അടിസ്ഥാനം കുലുങ്ങിയത് ശരിയാ, ഭൂമി കുലുങ്ങിയത് ശരിയാ. പക്ഷേ പൗലോസും ശീലാസും വെളി വന്നത് ഭൂമി കുലുങ്ങി പൊളിഞ്ഞു വീണ കാരാഗ്രഹത്തിന്റെ ഭിത്തിയുടെ ഇഷ്ടികയുടെ പുറത്ത് കാല് ചവിട്ടി ഇഷ്ടികയുടെ പുറത്തൂടെ ചാടി പുറത്തു വന്നെന്നല്ല, കുലുങ്ങിയിട്ടും പൊളിഞ്ഞില്ല. ഇവിടെ കുലുക്കം പൊളിക്കുന്നതല്ല, ഉറപ്പിക്കുന്നതും തുറക്കുന്നതുമാണ്. യെസ്, ദൂതേറ്റെടുത്തു. ഇവിടെ ചലിപ്പിക്കുന്നത് പൊളിക്കുന്നതല്ല, പണിയുന്നതാ. ഓ, ദൈവാത്മാവ് ദൂത് പറയുന്നു, ഇവിടെ ചലിപ്പിക്കുന്നത് വാതിൽ തുറക്കാനുള്ളതാ. ദൈവം തുറന്ന അവന് വേണ്ടി തുറന്ന വാതിലുകൾ അവ പുറത്തു വന്നെങ്കിൽ ഇവിടെ ചില വാതിൽ ദൈവം തുറക്കാൻ പോകുകയാ. യെസ്, വാഗ്ദത്തമുള്ളവൻ ഈ രാത്രി ദൂതറ്റെടുക്കട്ടെ. ഒരു ദോഷവും നിനക്ക് ഭവിക്കയില്ല. ഈ രാത്രി ഹോളി ഇരിക്കുന്ന മുഴുവൻ പേരും പറ, എനിക്കൊരു ദോഷവും ഭവിക്കയില്ല. ഒരു വിശ്വാസിയുടെ വീട്ടിനപ്പുറത്ത്, വീട്ടിന് മുമ്പിൽ കൂടെ അങ്ങോട്ട് പോന്നേ. അപ്പുറത്തെ അച്ചായൻ നല്ല മനുഷ്യനാ പുള്ളി. പക്ഷേ എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നന്നായിട്ടാണ് പോകുന്നത്. വൈകിട്ട് വരുമ്പോൾ പുള്ളി സൈക്കിളിലാണ് പോകുന്നത്. പുള്ളി മദ്യപിച്ചിട്ടാണ് വരുന്നത്. നല്ല കിറിഞ്ചി ഇങ്ങനെ വരും. അങ്ങോട്ട് സൈക്കിളെ വെട്ടി പോയി, ഇങ്ങോട്ട് സൈക്കിൾ ഓട്ടാൻ പറ്റത്തില്ല പുള്ളിക്ക്. അന്നേരം ഇങ്ങനെ ആടി ഇങ്ങനെ വരുന്നത്. പക്ഷെ പുള്ളി കുടുംബസ്നേഹിയാ. തിരിച്ചു വരുമ്പോൾ രാവിലെ പറഞ്ഞു വിട്ട് അമ്മാമ്മ പറഞ്ഞ സാധനങ്ങളൊക്കെ പുള്ളിക്ക് ഓർമ്മയുണ്ട്. അമ്മാമ്മയ്ക്ക് വേണ്ടുന്ന ബോണ്ട ഗുണ്ടും ഒക്കെ മേടിച്ചുകൊണ്ട് വരും. ഒരു ദിവസം രാവിലെ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞ്, അച്ഛാ വൈകിട്ട് അരിപ്പൊടി വാങ്ങിച്ചുകൊണ്ട് വരണേ, പുട്ടും കടലയും നല്ലയാന്ന് പറഞ്ഞു. അച്ഛൻ കുടിച്ചിട്ട് സൈക്കിളെ ഓട്ടാൻ പറ്റാതെ ഇങ്ങനെ വരിക. ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ കടയിൽ നിന്ന്, കരീമ് കാക്കയുടെ കടയിൽ നിന്ന് ഒരു കവർ അരിപ്പൊടി മേടിച്ച് സൈക്കിളിൻ്റെ പുറകിൽ തൂക്കിയിട്ട് എന്നിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. നിങ്ങൾ ചിന്തിച്ച് ഭാവന കണ്ടോ? ഇങ്ങനെ ആടി വന്നപ്പോൾ ഈ 50 പൈസയുടെ കവറിനകത്ത് കിടക്കുന്ന ഈ കവർ സൈക്കിളിൻ്റെ വീലെ തട്ടി പതുക്കെ കവർ കീറാൻ തുടങ്ങി. സൂക്ഷം നമ്മുടെ പെന്തിക്കോസുകാരി അമ്മാമ്മയുടെ വീട്ടിൽ മുമ്പിൽ വന്നപ്പോൾ നന്നായിട്ട് കീറി. അവിടെ വന്നപ്പോൾ എന്തോ അച്ഛന് പോകാൻ പറ്റിയില്ല. അച്ഛൻ ഇങ്ങനെ നിന്ന് കറങ്ങിയ കൂട്ടത്തിൽ ഈ പൊടി അരിമാവ് ഇങ്ങനെ നേർരേഖയിൽ വീഴാൻ തുടങ്ങി.
ഒരു കലാകാരനും വരയ്ക്കാൻ പറ്റാത്ത അസാധാരണ ചിത്രം. രാവിലെ അമ്മാമ്മ എഴുന്നേറ്റ് ഓമനയുടെ തിങ്കൾ കിളാവോ എന്നൊക്കെ പാടി എഴുന്നേക്കുന്ന അമ്മാമ്മ കോട്ടുവായും വിട്ട് ഇങ്ങനെ മുറ്റത്ത് വന്ന് നോക്കിയപ്പം ദൈവമേ രക്തം ജയം. അമ്മാമ്മ കുറെ അന്യഭാഷയും പറഞ്ഞ് അകത്തോട്ട് ചാടിയങ്ങ് കയറി. ഫോൺ എടുത്തിട്ട് പാസ്റ്ററേ, ഓ ഇവിടെ പെട്ടെന്ന് വാ. അയ്യോ നേരം വെളുത്തേ ഉള്ളല്ലോ, എന്തോ പറ്റി? ഇപ്പൊ വരണം. പാസ്റ്റർ പറഞ്ഞു പല്ല് തേച്ചില്ല. പല്ല് തേച്ചിട്ട് എന്തെടുക്കാനാ? വാ പാസ്റ്റർ ഇവിടെ. പാസ്റ്റർ ഓടിച്ചെന്നപ്പം മുറ്റത്ത് നോക്ക്, ജീവിക്കാൻ സമ്മതിക്കുമോ നാട്ടുകാര്? കൂടെ എത്ര ചെയ്തിരിക്കുക. പാസ്റ്റർ നോക്കിയപ്പോ സംഗതി ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്ത് ചിത്രമാണെന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുന്നേ ഇല്ല. ഒരുമാതിരി അസാധാരണ ചിത്രം. ഭാഷം രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഇതിന് പരിഹാരം ഒരു 3 ദിവസം ഇരിക്കാമെന്ന് പറഞ്ഞു. 3 ദിവസം ഉപവാസ പ്രാർത്ഥന. നമ്മുടെ അപ്പുറത്തെ ജോറിച്ചാൻ വെള്ളം അടിച്ച തലേന്ന് കൂടിപ്പോയോണ്ട് പിറ്റേ ദിവസം എഴുന്നേക്കാൻ താമസിച്ച് ജോലിക്ക് പോകാൻ പറ്റിയില്ല. 10-11 ആയപ്പോഴാണ് എഴുന്നേറ്റപ്പോൾ അപ്പുറത്തെ ആടിച്ച് കയ്യടിയാ. പുള്ളി ചോദിച്ചു, ഇന്നേ വരെ ഇവിടെ ഇങ്ങനെ പ്രാർത്ഥന കേട്ടിട്ടില്ലല്ലോ, അവരങ്ങനെ പ്രാർത്ഥന വെക്കുന്നവരല്ലല്ലോ. അവിടുത്തെ അമ്മ പറഞ്ഞു, എന്തോ പറയാനാ, ആ പാവങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നവർ അവർക്ക് ആരോ കൂടുവത്രം ചെയ്ത് വെള്ളപ്പൊടിയിലോ ആ മുറ്റത്ത് ഭയങ്കര. അയ്യോ അത് വെള്ളപ്പൊടിയല്ല, ഞാൻ വെള്ളം അടിച്ചുകൊണ്ട് വന്നപ്പോൾ വീണ അരിപ്പൊടിയാന്ന് പറഞ്ഞു. ഇത്രയും പ്രസംഗിച്ചിട്ട് ആത്മാവിലാകാത്തതിന് ചിലൻ്റെ വീട്ടിൽ അരിപ്പൊടി കൊണ്ടിട്ടാൽ മതി, ആത്മാവിൽ കയറിക്കൊള്ളും. ഭക്തന്റെ മുഖത്തേക്ക് നോക്കിക്കേ, തീയിൽ കുടഞ്ഞു കളഞ്ഞു. അവനറിയാൻ തലയിൽ ഒരു അഭിഷേകം ഉണ്ടെന്ന്. അവനറിയാം തലയിൽ ഒരു അഭിഷേകം ഉണ്ടെന്ന്. ഈ രാത്രി എത്ര പേർക്ക് പറയാൻ പറ്റും? ഒരു ദോഷവും എനിക്ക് ഭവിക്കയില്ല. നിന്റെ വലത്തുവശത്ത് 1000, നിന്റെ ഇടത്തുവശത്ത് 10,000 പേര് വീഴും. ഒരു ബാധയും നിന്റെ വീടിനോട് അടുക്കയില്ല, നിന്റെ കൂടാരത്തിനോട് അടുക്കയില്ല, നിന്റെ സഭയോട് അടുക്കയില്ല, നിന്റെ കുഞ്ഞിനോട് അടുക്കയില്ല. ഈ രാത്രി ദൂതേറ്റെടുത്തോ.